Good morning. Good morning everyone. എല്ലാവർക്കും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. സോ ഗുഡ് മോർണിംഗ് ശ്രവ്യ, ഗുഡ് മോർണിംഗ് ആദർശ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കഷൻ നമുക്ക് രണ്ട് ടോപ്പിക് ഉണ്ട്. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിരുന്നു. ഓക്കെ ഓക്കെ ശ്രവ്യ, യെസ്. അപ്പോ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ്സ് എന്തെല്ലാമാണ്? അതില് ലൈക്ക് ഒരെണ്ണം പ്യോർലി മെഡിക്കൽ റിലേറ്റഡും ലൈക്ക് നമ്മുടെ റിസർച്ച് എന്തെല്ലാമാണ്, ആ റിസർച്ചിനെ എങ്ങനെയാണ് ട്യൂബർക്ലോസിസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആർട്ടിക്കിളില്. സെക്കൻഡ് ആർട്ടിക്കിൾ പ്യുവർലി ഒരു മോട്ടിവേറ്റിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ഈ രണ്ട് ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ട്യൂബർക്ലോസിസ് എന്നതും അതല്ല എങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ആണ് ഗവൺമെന്റ് എടുത്തേക്കുന്നത്, അല്ലെ ചിലപ്പോൾ നമ്മളിത് ബ്ലൈൻഡ് ഫോൾഡഡ് ആയി പോകും, നമുക്കത് മനസ്സിലാവാത്ത രീതിയിലായി പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ നമ്മൾ TB എന്ന് പറയുന്ന ക്ഷയം അല്ലെ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. ഓക്കെ, അത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ബേസിക്കലി നമ്മുടെ ലങ്സിനെയാണ് എഫക്ട് ചെയ്യുക. ഓക്കെ, സിംറ്റംസ് എന്തെല്ലാമാണ്? പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കഫ് അല്ലെ പെർസിസ്റ്റന്റും സിവിയറും ആയിട്ടുള്ള ചുമ, ചെസ്റ്റ് പെയിൻ, അതുപോലെ ഭയങ്കര ക്ഷീണം, ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇത് വളരെ അധികം സ്പ്രെഡ് ചെയ്യും, എയർബോൺ ആണ്. അതായത് ഒരാൾ ചുമയ്ക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീര് ഡ്രോപ്ലെറ്റ്സ് അതെല്ലാം നമ്മൾക്ക് സ്നീസ് ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോഴൊക്കെ നമുക്കിത് സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ആന്റിബയോട്ടിക്സ് ഉണ്ട്. കൃത്യമായ സമയത്ത് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിപൂർണമായും മാറ്റാവുന്ന ഒരു അസുഖമാണ്. എന്നാൽ ഇത് കൃത്യമായ സമയത്ത് ഐഡന്റിഫൈ ചെയ്തില്ല എങ്കിൽ അത് ഫേറ്റൽ ആകാനായിട്ടുള്ള സാധ്യത, മരണസാധ്യത വരെ വരുത്താവുന്ന ഒരു ഡിസീസാണ്. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും. ലൈക്ക് ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, HIV പേഷ്യൻസ്, അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് സിവിയർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ത്യയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെന്റ് എയിം ചെയ്യുന്നത് TB ഇൻ ഇന്ത്യയെ 2025 കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു. ഓക്കെ, അപ്പൊ 2025 കഴിഞ്ഞു അല്ലെ. അതായത് ഏകദേശം 80% പുതിയ കേസുകൾ വരുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് 90% കുറയ്ക്കാനും ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഗോൾ ആൻഡ് ടൈം ലൈൻ അതാണ്. അതുപോലെ കീ ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യയുടെ ഏതെല്ലാമാണ്? നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, വളരെ വലിയൊരു പ്രോഗ്രാം ആണ്. ഇതൊരു ഡയറക്റ്റ് ട്രീറ്റ്, പ്രിവെന്റ് ആൻഡ് ബിൽഡ് എന്ന് പറയുന്ന ഒരു 4 സ്റ്റെപ്പോട് കൂടിയാണ് അവർ ചെയ്യുന്നത്. അതായത് ഫ്രീ ഡയഗ്നോസിസ്, മെഡിക്കേഷൻ, ഡ്രഗ് റെസിസ്റ്റന്റ് TB, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രധാൻ മന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ, അതൊരു പീപ്പിൾസ് മൂവ്മെന്റ് ആണ്. നാഷണൽ ആൻഡ് വൊക്കേഷണൽ സപ്പോർട്ട് ടു TB പേഷ്യൻസ്, ഇവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം വളരെ കൂടുതലാണ് TB പേഷ്യൻസിന്. കാര്യം എന്താ വെച്ചാൽ എയർബോൺ ഡിസീസ് ആയത് കാരണം, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ളത് കാരണം ഈവൻ ഫാമിലി മെമ്പേഴ്സ് വരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. സോ വിത്ത് ഓവർ 1.6 lakh രജിസ്റ്റേർഡ്, ജൂലൈ 2024 കണക്ക് പ്രകാരം 1.6 ലക്ഷം രജിസ്ട്രേഷൻസ് ഈ ഒരു TMBA എന്ന ഒരു ഓർഗനൈസേഷനിലുണ്ട്. അതുപോലെ നിക്ഷയ് പോഷൻ യോജന, ന്യൂട്രീഷ്യസ് സപ്പോർട്ട് ഏകദേശം 500 രൂപ മുതൽ 1000 രൂപ വരെ മന്ത്ലി ഡയറക്റ്റ് ആയിട്ട് TB പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകുന്നതാണ് ഈ ഒരു യോജന എന്ന് പറയുന്നത്. നിക്ഷയ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർവേലൻസ് സിസ്റ്റം ട്രാക്കിംഗ് ഓവർ 11 lakh പേഷ്യൻസ്. ഓക്കെ, അവർക്ക് ട്രീറ്റ്മെന്റ് എൻഷ്യൂർ ചെയ്യാനും അതുപോലെ മിസ്സിംഗ് കേസസ് വരാതിരിക്കാനും ഒക്കെ സഹായപ്രദമാകുന്ന രീതിയിൽ ഒന്നാണ് ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ എഡിറ്റോറിയലിലേക്ക് ഡീപ് ഡൈവ് ചെയ്യാം. ഇന്ന് 2 എഡിറ്റോറിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും ട്യൂബർക്ലോസിസ് സെയിം, നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലെ. സെയിം ടോപ്പിക് ആണ് വരുന്നതെങ്കിൽ
നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ 2 എഡിറ്റോറിയൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്നെങ്കിൽ റേഞ്ച് പോകുന്നുണ്ടോ? എനിക്ക് എൻ്റെ മൊബൈലിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല റേഞ്ച് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓഡിബിൾ ആണോ? ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു ഇഷ്യൂസ് ഇല്ല എന്നാണ് പറയണത്. അപ്പം ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എന്തോ ഒരു നെറ്റ്വർക്കിന്റെ കുറച്ചൊരു പ്രോബ്ലം ഇടയ്ക്ക് എനിക്കും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. യെസ്, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പ്രില്യൂഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ഇത് 2 എണ്ണം എടുക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡി ഒന്നും നടത്തുന്നില്ല. 2 എണ്ണത്തിന്റെയും ടോൺ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതും പറയുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഇത് എത്രമാത്രം ലൈക്ക് ഇതിന്റെ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. മാക്സിമം വേർഡ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. സോ 2 weeks ago, സോറി, എഡിറ്റോറിയലിന്റെ പേര് പറയാൻ പറഞ്ഞു. ഇവോൾവിംഗ് ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ് ഫോർ ട്യൂബർക്ലോസിസ് അല്ലെ, വേൾഡ് TB ഡേ March 24 ഒബ്സർവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ക്യൂറേറ്റഡ് സെഷൻസ്, നിങ്ങൾ എഡിറ്റോറിയൽ ഇന്നലത്തെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജസും, ഈവൻ എഡിറ്റോറിയൽ ഒപ്പീനിയൻ പേജസ് എല്ലാം വേൾഡ് TB ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ ലഭിക്കുള്ളൂ കേട്ടോ. ദ ഇവോൾവിംഗ് ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ് ഫോർ ട്യൂബർക്ലോസിസ്, ഇത് എഴുതിയേക്കുന്നത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ, ചെയർപേഴ്സൺ ഓഫ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, നാഷണൽ സയൻസ് ചെയർ, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, സോ ഇതാണ് അവരുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. 2 weeks ago, 2 ആഴ്ച മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ എന്റെ ഫോണിൽ കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ്, ഓക്കെ. സോ 2 weeks ago, in a run-up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ, TB ഡേയുടെ ഭാഗമായിട്ട്, മാർച്ച് 24 വരുന്ന TB ഡേയുടെ ഭാഗമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഫോർമുല റെക്കമെൻഡ് ചെയ്തു. യൂസ് ഓഫ് ന്യൂ പെയർ ഓഫ് കെയർ, isn't it? ന്യൂ നിയർ പോയിന്റ് ഓഫ് കെയർ, ന്യൂ നിയർ പോയിന്റ് ഓഫ് കെയർ, അതായത് ഏറ്റവും അടുത്ത് കെയർ ലഭിക്കുന്ന. ഓക്കെ, ഇതൊരു ഡോക്ടർ ആയത് കാരണം ഷീസ് മോർ ഇൻ ടു മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. മോളിക്കുലർ ടെസ്റ്റ് ഓഫ് ഡയഗ്നോസിങ് TB, മോളിക്കുലർ ടെസ്റ്റ് ആണ് TB ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അതായത് TBയുടെ ലക്ഷണങ്ങൾ ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, പല രോഗങ്ങളും കുറച്ച് സിവിയർ ആയി കഴിയുമ്പോൾ മാത്രമേ സിംറ്റം ആയിട്ട് കാണിക്കുന്നുള്ളൂ. എസ്പെഷ്യലി ക്യാൻസർ പോലുള്ള രോഗങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ പരിചയമുള്ള ആൾക്കാരോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി പറയാ 4th സ്റ്റേജിലാണ് അല്ലെ 3rd സ്റ്റേജിലാണ്. എന്തുകൊണ്ട് പ്രിലിമിനറി സ്റ്റേജിൽ അല്ലെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നില്ല അല്ലെ? അങ്ങനത്തെ ഒരു കെയർ ഇത് ഇവിടെ സിംറ്റംസ് കാണിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പെർസിസ്റ്റന്റ് കഫ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും അല്ലെ, സിവിയർ ആയിട്ടുള്ള കഫായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കഫൊക്കെ എന്തുകൊണ്ട് ആദ്യം തന്നെ വന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നില്ല എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. WHO അതുപോലെ റെക്കമെൻഡ് ചെയ്യുക. എൻഡോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞ വേർഡ് റീപ്ലേസ് ചെയ്ത് എൻഡോഴ്സ്ഡ് എന്ന് എഴുതി ശീലിക്കുക കേട്ടോ. യൂസ് ഓഫ് ടങ് സ്വാബ് സാമ്പിൾസ്, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ടങ് സ്വാബ് സാമ്പിൾസ് നമ്മുടെ കോവിഡിന്റെ സമയത്ത് അല്ലെ, നാക്കിൽ നിന്ന് കളക്ട് ചെയ്യുക. അതുപോലെ മൂക്കില് സ്വാബ് ഇട്ടിട്ട് സ്പെസിമെൻ കളക്ട് ചെയ്യാം അല്ലെ. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാതെ പറ്റില്ലാത്ത സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ടങ് സ്വാബ് സാമ്പിൾസ് TB ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനും, ആൻഡ് സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ സലൈവ ആവാം, മ്യൂക്കസ് ആവാം. ഓക്കെ, അതിന്റെ പൂളിംഗ് സ്ട്രാറ്റജി ടു പൊട്ടൻഷ്യലി ഇംപ്രൂവ് ടെസ്റ്റിംഗ് എഫിഷ്യൻസി അറ്റ് സ്കെയിൽ. അപ്പൊ ഇത് സ്വാബ്സ് കളക്ട് ചെയ്യുന്നത് ടെസ്റ്റിംഗ് എഫിഷ്യൻസി കൂട്ടാൻ സഹായകരമാകുമെന്ന് WHO നിഷ്കർഷിച്ചിട്ടുണ്ട്. These are the latest development. ഇത് വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ആൻഡ് വാട്ട് ഹാസ് ബീൻ യൂഷ്വലി റിമാർക്കബിൾ ഡെക്കേഡ് ഓഫ് ദ TB ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ്. അപ്പൊ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ TB ഐഡന്റിഫൈ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ TBക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ
ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡെക്കേഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്, ന്യൂ ടെക്നോളജീസ് ഹാവ് നോട്ട് ഓൺലി എമേർജ്, അത് എമേർജ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ബട്ട് ഓൾസോ ഹാവ് ബീൻ ടെസ്റ്റഡ്, അല്ലെ, ടെസ്റ്റ് ചെയ്യപ്പെടുകയും അതുപോലെ ധൃതിയിൽ സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് എഫക്ട്സ് റെക്കമെൻഡ് ചെയ്യുകയും അതുപോലെ അത് തന്നെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു അഡ്വാൻസ് ഗ്ലോബൽ എഫേർട്സ് ടു എലിമിനേറ്റ് ടി ബി. അതായത് ടി ബി പരിപൂർണമായി ഈ ലോകത്ത് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം പുതിയ ടെക്നോളജി പരിപൂർണമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി എക്സ്പാൻഡിങ് യൂസ് ഓഫ് പോർട്ടബിൾ ചെസ്റ്റ് എക്സ്റേ. ഇനി ഇങ്ങനത്തെ വേർഡ്സ് ഒരുപാട് വരും, നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കണം. CXR എന്നാണ് പറയുന്നത്, പോർട്ടബിൾ ആയിട്ടുള്ള. അതായത് ചില ആൾക്കാരുണ്ട്, നമുക്ക് പ്രായം ചെന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാര്, അതല്ല ഏതെങ്കിലും റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എക്സ്റേ വഴി ഇത് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവരെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അത് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചെസ്റ്റ് എക്സ്റേ എടുക്കുക, അല്ലെ. ഇത് അതല്ലാതെ പോർട്ടബിൾ ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ട ഇപ്പൊ അങ്ങനത്തെ ആ ഒരു എന്താ പറയാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം, അല്ലെ, നമ്മൾ AI എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഓക്കെ നമ്മളുടെ പവർ നമ്മൾ കുറയ്ക്കുകയാണ്, നമ്മളുടെ എന്താ പറയുക ഹ്യൂമൻ കേപ്പബിലിറ്റി നമ്മൾ കുറയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിസിന്റെ ഫീൽഡിൽ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, അല്ലെ. TB സ്ക്രീനിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇന്ത്യയിലെ നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം NTEP, ഇത് കൺസിസ്റ്റന്റ് നിങ്ങൾ കാണും കേട്ടോ, ഹാസ് മെയ്ഡ് അവൈലബിൾ ഹൺഡ്രഡ്സ് ഓഫ് പോർട്ടബിൾ CXR, ഹൺഡ്രഡ്സ് ഓഫ് പോർട്ടബിൾ ആയിട്ടുള്ള ചെസ്റ്റ് എക്സ്റേ മെഷീൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് NTEP എന്ന് പറയുന്നത്. ഓക്കെ, അവർ യൂട്ടിലൈസ് ചെയ്തേക്കുന്ന പ്രധാനമന്ത്രിയുടെ TB മുക്ത് ഭാരത് അഭിയാൻ എന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്താ പറയാ 100-ലധികം പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് അവൈലബിൾ ആക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് TB സ്ക്രീനിങ് എല്ലാവിധത്തിലുള്ള കമ്മ്യൂണിറ്റിയിലേക്കും എത്തിച്ചേരാനായിട്ട് സഹായകരമാകും. ഇനി റീസെന്റ് വളരെ റീസെന്റ് ആയിട്ട് എക്സ്റേ ആക്സസ് വാസ് ലിമിറ്റഡ് ടു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. നമുക്കറിയാം അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എക്സ്റേ എവിടെ എടുക്കണം, ഹോസ്പിറ്റലിലേക്ക് എടുക്കണം. പണ്ട് ഞാൻ ഇപ്പൊ ഒരു ഡിഫറൻസ് പറയാം, നമ്മൾ പണ്ട് ഡെന്റൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ ഡോക്ടർമാർ പറയും എക്സ്റേ ഇവിടെ ഇല്ല, ഇന്നടുത്ത് പോയി എടുക്കണം എന്നൊക്കെ പറയും. ഇപ്പൊ അങ്ങനെയാണോ? അവിടെ ഇരുന്ന് തന്നെ അവർ 10-15 എക്സ്റേ എടുക്കും, അല്ലെ. ഇസിന്റെ അപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, അതായത് ഒരു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ ബെഡിലേക്ക് പോകേണ്ട സാഹചര്യം പോലും ഇല്ലാതെ ഇപ്പൊ ഫുള്ളി എക്യുപ്ഡ് ആണ് പല ഹോസ്പിറ്റൽസും, ഇസ്ന്റ് ഇറ്റ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ടെക്നീഷ്യൻസിന്റെ അവൈലബിലിറ്റി, അതുപോലെ റേഡിയോളജിസ്റ്റിന്റെ ആവശ്യമാണ് എക്സ്റേ ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ, അല്ലെ. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം ഒക്കെ ആയിരുന്നു വളരെ അടുത്ത കാലം വരെ. പക്ഷെ ഇന്നത്തെ സാഹചര്യം തീർത്തും മാറിയിട്ടുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള കേസ് ഫൈൻഡിങ് എഫേർട്ടിന്റെ ഭാഗമായിട്ട് മൊബൈൽ വാൻസ് എടുത്തിട്ടുണ്ട്. പോർട്ടബിൾ ആയിട്ടുള്ള CXR വിത്ത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉൾപ്പെടെയുള്ള ചെസ്റ്റ് എക്സ്റേ റീഡിംഗ് ഒക്കെ എടുക്കാനായിട്ടുള്ള സഹായകരമാകുന്ന പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആക്കി, അല്ലെ. കാര്യം എന്താ വെച്ചാല് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ diagnostic service into community, we must ensure on the spot collection of sputum samples for those with CXR findings and significantly reduce attrition in the diagnostic cascade. ഇവിടെ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് എപ്പോഴാണോ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഇമ്മീഡിയറ്റ് മൊമെന്റിൽ തന്നെ ഇതിന്റെ സ്പെസിമെൻസ് ഒക്കെ കളക്ട് ചെയ്യുക. എത്ര നേരത്തെ നമ്മൾ പ്രതികരിക്കുന്നു അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് സാധിക്കും, അല്ലെ. അല്ലെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്, സിഗ്നിഫിക്കന്റ്ലി റിഡ്യൂസ് അട്രിഷൻ എന്ന് പറഞ്ഞാൽ വെയർ ആൻഡ് ടയർ, നഷ്ടപ്പെട്ടു പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഡയഗ്നോസ്റ്റിക് കാസ്കേഡ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള മൾട്ടി സ്റ്റെപ്പ്, പല സ്റ്റെപ്പ് അടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ഒരു കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ട്രാക്ക് റീറ്റൻഷൻ കീപ്പ് ചെയ്യാനും അതുപോലെ കെയറിന്റെ ഗ്യാപ്പ്, അതായത് എന്തുമാത്രം ഇടവേളകളിൽ കൃത്യമായി ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, അല്ലെ, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഗ്യാപ്പ് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ സീക്വൻഷ്യൽ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് ഡയഗ്നോസ്റ്റിക് കാസ്കേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ CXR ലെസിയൻസ് എന്ന് പറഞ്ഞാൽ വൂണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ്. അതർ ദാൻ TB, ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസർ, വേറെയുള്ള അപകട സാധ്യതകൾ കൂടിയത്, ലങ് ക്യാൻസർ ഉണ്ട്,
സിവിയർ ആയിട്ടുള്ള ബ്രോങ്കൈ ഉണ്ട്, COPD പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മസ്റ്റ് ഗെറ്റ് റെഫറൽ, അവർക്ക് റെഫറലും ട്രീറ്റ്മെന്റും സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എല്ലാ ചുമയും ചിലപ്പോൾ TBയുടെ ലക്ഷണം ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സിസ്റ്റമാറ്റിക് മൈക്രോ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ സാധിക്കും? ഈ വക സ്ക്രീനിങ്സ് വളരെ എഫേർട്ട്ഫുള്ളി എടുക്കുന്ന ഈ വക സ്ക്രീനിങ്സ് കറക്റ്റ് ആയിട്ട് ഫോക്കസിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ ഏറ്റവും എക്സ്പോസ് ടു ഡേഞ്ചർ, വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി ഏർബൻ ആൻഡ് ട്രൈബൽ സെറ്റിംഗിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ക്രെഡിബിൾ ഓപ്ഷൻ ഫോർ ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് ആണ്. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ AI-യുടെ ഉപയോഗം അല്ലെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ക്രെഡിബിൾ തന്നെയാണ്. 10s of thousands of X-rays are performed daily അല്ലെ. ആയിരക്കണക്കിന് എക്സ്റേകൾ ഓരോ ദിവസവും ഇന്ത്യയിൽ എടുക്കുന്നു. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ക്ലിനിക്കിലാണ് ഇത് എല്ലാം എടുക്കുക. ആൻഡ് ഹോസ്പിറ്റൽസ് ഫോർ വേരിയസ് റീസൺസ്, പല റീസൺസ് കാരണം ഇതെല്ലാം എടുത്തു പോകുന്നു. AI algorithms in digital X-ray machine that can swiftly identify suspicious lesions. Lesions എന്ന് പറഞ്ഞാൽ പിന്നെയും വൂണ്ട് തന്നെയാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വൂണ്ട് ഐഡന്റിഫൈ ചെയ്യാനും AI അൽഗോരിതം ഉപയോഗിച്ച് ഇത് കറക്റ്റ് ആയിട്ട് ട്യൂബർക്ലോസിന്റെ ആണോ, ഓർ ഇസ് ഇറ്റ് എ സിംറ്റം ഫോർ എന്താ പറയാ ന്യൂമോണിയക് സിംറ്റംസ് ആണോ, ഓർ ഇസ് ഇറ്റ് എ സിംറ്റം ഫോർ ലങ് ക്യാൻസറിന്റെ ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. ഇനി വേറെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെ, ക്യാൻ റെഡ്യൂസ് ഡിലേ ഇൻ ഡയഗ്നോസിസ്. അതുപോലെ ഇത് വളരെ നമ്മൾ വിചാരിക്കുന്നതിനും എന്താ പറയാ സിവിയർ ആണ് കേട്ടോ. ലങ്ങിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാര് എന്താ പറയാ വളരെ വെരി ഏർലി ഏജിൽ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദർ ഒരാൾ COPD, ഒരാൾ സിവിയർ ബ്രോങ്കൈ ഇഷ്യൂസ് ആയിരുന്നു. സോ ഇത് നമുക്ക് എന്താ പറയാ നമ്മൾ ലൈറ്റ് ആയിട്ട് കാണരുത്. എന്ത് കാര്യം ലങ്സിന് വരുമ്പോഴും നമ്മൾ എന്താ പറയാ എന്തൊരു അസുഖം വരുന്നാലും ലങ്സിന് വെള്ളം കെട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇറ്റ്സ് വെരി സിവിയർ. നമ്മൾ ഒരു മെഡിക്കൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് എപ്പോഴും പറയുന്നത്. എന്താ വെച്ചാൽ ഹെൽത്ത് ഇസ് വെൽത്ത്. കറക്റ്റ് ആണ്. ചെറിയ രീതിയിലുള്ള ഒബ്സർവ് യുവർ സെൽഫ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിയെ എങ്ങനെ ഒബ്സർവ് ചെയ്യാം. യു ആർ ദ ബെസ്റ്റ് ഡോക്ടർ ഫോർ യു അല്ലെ. നിങ്ങളുടെ ബോഡി നിങ്ങൾക്കാണ് ഓരോ ദിവസവും ചേഞ്ച് മനസ്സിലാവുക. ആ ചേഞ്ച് ഒബ്സർവ് ചെയ്യുക, നോട്ട് ചെയ്യുക. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ എന്താ പറയാ സംശയം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, എന്ത് ചെറിയ ഇൻസിഡൻസ് ആണെങ്കിലും അതിനെ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. സോ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനും പെർട്ടിക്കുലർലി അറ്റ് ദ സർവീസ് ഡെലിവറി ലെവലിൽ ചെയ്യാനും AI ഇഫക്റ്റീവ്ലി ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കുറെ അധികം വേർഡ്സിന്റെ മീനിങ്സ് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ് ഇസ് ഷിഫ്റ്റിംഗ് അല്ലെ. ഡയഗ്നോസിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് അത് മുഴുവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇത്രയും നാളും റിലേ ചെയ്തിരുന്നത് സ്പ്യൂട്ടം സ്പിയർ മൈക്രോസ്കോപ്പി എന്നതാണ് പ്രൈമറി ടെസ്റ്റ് ആയിട്ട് TB ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. സ്പ്യൂട്ടം സ്പിയർ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ആദ്യമായിട്ട് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ആസിഡ് ഫാറ്റ് ബാക്ടീലി എന്ന് പറയുന്ന മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സ്പ്യൂട്ടം സാമ്പിൾസ് യൂസ് ചെയ്തിട്ട്, അതായത് മ്യൂക്കസ് ആവാം അല്ലെങ്കിൽ സലൈവി ആവാം, അങ്ങനത്തെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് കോമൺലി ലോ ഇൻകം സെറ്റിംഗിൽ, സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സെറ്റിംഗ്സിന് ഉള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത് വളരെ കാലമായിട്ട് ഈ ഒരു ടെസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഡിസ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ലോ സെൻസിറ്റിവിറ്റി ആൻഡ് ഇന്നബിലിറ്റി ടു ഐഡന്റിഫൈ ഡ്രഗ് റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു tedious ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. 2016 ഇന്ത്യ ബിഗാൻ സ്കെയിലിംഗ് അപ്പ് മോളിക്യുലാർ ടെസ്റ്റിംഗ്, കുറച്ചുകൂടെ അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിയർ ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഇത് ഒരു റാപ്പിഡ് ടെസ്റ്റ് തന്നെയാണ്. ഓട്ടോമേറ്റഡ് മോളിക്യുലാർ ഡയഗ്നോസ്റ്റിക് ടൂളാണ്. DNA സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ പാത്തജൻസ് യൂസിങ് റിയൽ ടൈം PCR ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ മെഡിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത കാരണം ഇത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
and later adopting ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ നേറ്റീവ്, നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അല്ലെ അബോർജിനൽ എന്നൊക്കെ പറയും കേട്ടോ. ഇൻഡിജിനസ് ട്രൈബ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇവിടെ ജനിച്ച് വളർന്ന ഈ സ്ഥലം അവരുടേതാണ്, അവരുടെ സ്വന്തം, they are the native people, isn't it? അതുപോലെ ട്രുവാൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റാപ്പിഡ് ആയിട്ടുള്ള പോർട്ടബിൾ ചിപ്പ് ബേസ്ഡ് മോളിക്കുലർ ഡയഗ്നോസിസ് ആണ്. അതാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തത്. ടൂൾ യൂസ് ഫോർ പ്രൈമറി ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ട്യൂബർക്ലോസിസ് ആൻഡ് റിഫാംപിസിൻ റെസിസ്റ്റന്റ് TB. ഓക്കെ, TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്താണ് 2020. ഏറ്റവും മെനി മോർ ഇന്ത്യൻ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. And decentralized access to molecular testing is central to the TB program. അപ്പോൾ decentralized access അതായത് ഒരു സെന്ററിൽ മാത്രമല്ല പല സെന്റേഴ്സിലായിട്ടുള്ളത്, പക്ഷെ സെന്ററിലുള്ള DB പ്രോഗ്രാമുമായിട്ട് ഇത് വളരെ കോറിലേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് ശ്രദ്ധിക്കേണ്ട, ഇന്ത്യ ഇനി കുറച്ചുകൂടെ എന്താ പറയാ, നമ്മളൊരു വിഷൻ അഹെഡ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വി ഹാവ് ടു കോൺസെൻട്രേറ്റ്. ഇന്ത്യയില് അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും രോഗം കൊണ്ടൊന്ന് നമ്മൾ തമാശയ്ക്ക് ചോദിക്കും അല്ലെ. ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഒക്കെ വെൽ എക്യുപ്ഡ് ആണ്. കാര്യം എന്താണ്, എല്ലാവിധത്തിലുള്ള എന്താ പറയാ രോഗങ്ങളുമായിട്ടും ദേ ആർ എക്സ്പോസ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഡിസീസസ്. അപ്പൊ എന്ത് പറ്റും, അവർക്ക് കൂടുതലായിട്ട് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ സാധിക്കും. അപ്പൊ എവിടെ പോയാലും ഇന്ത്യൻ ഡോക്ടേഴ്സിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളിങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറയാറുണ്ട്, പക്ഷെ അത് വാസ്തവം തന്നെയാണ് അല്ലെ. ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾക്ക് വളരെ റീസെന്റ് നിപ്പ വൈറസ് അല്ലെ, നിപ്പ 2018 ഒക്കെ സമയങ്ങളിലൊക്കെ നമ്മൾ നിപ്പയായിട്ട് ഏത് തരത്തിൽ, അപ്പൊ നമ്മള് കോവിഡ് വന്നപ്പം ഈ പ്രോട്ടോകോൾസ് ഒന്നും പാലിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്ന കാര്യമാണ്, isn't it? എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്, വി ഹാവ് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് ദിസ് കുഡ് ബി ഡൺ അല്ലെ. അപ്പോ ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് കോമ്പാറ്റ് ചെയ്ത് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഇന്ത്യ ഇനി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഡേ ബൈ ഡേ ദേ ഹാവ് ടു ഗെറ്റ് അപ്ഡേറ്റഡ്, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി ആക്സസ് ടു അപ്ഫ്രണ്ട് മോളിക്കുലാർ ടെസ്റ്റിംഗ്. അപ്ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്നുള്ളൊരു മീനിങ് ആണ്. മോളിക്കുലാർ ടെസ്റ്റിംഗ് റിമെയിൻസ് അൺഈവൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 100% ടെസ്റ്റിംഗ് ടു NAAT എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പ്രയർ ടു ദ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റഡ് അല്ലെ. അതായത് പരിപൂർണമായിട്ടും TB ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷന് പോകാം. അതുപോലെ സ്പ്യൂട്ടം കളക്ഷൻസ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം കുറച്ചുകൂടെ ഈസി ആക്കാം, എൽഡർലി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ദോസ് ലിവ് ഇൻ ഹാർഡ് ടു റീച്ച് ഏരിയാസ് അല്ലെ. ഇവിടെയാണ് ഈ ചെസ്റ്റ് എക്സ്റേസ് പോർട്ടബിൾ ഒക്കെ ആക്കുന്നതിന്റെ ഒരു ഗുണം കിട്ടുക. എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ എത്തണ്ട, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെ, അങ്ങനെയുള്ളവർക്കൊക്കെ പോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് ആകുക. So to complete the diagnostic cascade എന്ന് നമ്മൾ പറയുന്നത് ഒരു ചെയിൻ റിയാക്ഷൻ ഇനിഷ്യേറ്റഡ് ബൈ unnecessary test, ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് അല്ലെ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചില സമയത്ത് ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതുപോലെ എന്തോ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പം ഒരു ലേഡി ഇമ്മീഡിയറ്റ്ലി എന്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ്, ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ അല്ലെ. ഇമ്മീഡിയറ്റ്ലി അവർ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. Lucky that she went for a second opinion and it was diagnosed that it was not cancer അല്ലെ. അപ്പൊ ട്രീറ്റ്മെന്റിന് പോയിരുന്നെങ്കിലോ റേഡിയേഷൻ ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫർദറിലേക്ക് പോയിരുന്നെങ്കിൽ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലോ അല്ലെ, സോ ഇറ്റ് വുഡ് ഹാവ് ബീൻ സംതിങ് ഡിഫറെന്റ് അല്ലെ, കേസ് തന്നെ മാറിപ്പോയേനെ. സോ അങ്ങനത്തെ ടെസ്റ്റ് റിസൾട്ട്സ് ഫോൾസ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്, ഈവൻ ദ റെയറസ്റ്റ് ഓഫ് ദ റെയർ. Or incidental finding leading to the cascade of further often unneeded test and treatments അല്ലെ. ട്രീറ്റ്മെന്റിന്റെ ടെസ്റ്റ് ഫെയിലിയേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ചെയ്യാനും ഡിലേ കുറയ്ക്കാനും അതുപോലെ സെക്കൻഡ് ലൈൻ ഡ്രഗ് റെസിസ്റ്റന്റ് ടെസ്റ്റിംഗ്, ഫസ്റ്റ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ ഡ്രഗ് റെസിസ്റ്റന്റ് ടെസ്റ്റിംഗ് വർക്ക് ചെയ്യാനും ഒരു ജനറൽ ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും ലെവറേജ് ഡയഗ്നോസ്റ്റിക് ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി അല്ലെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റിയെ കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ ഈ പുതിയ ടൈപ്പ് ഓഫ് മെഷീൻസും പുതിയ ടെസ്റ്റിംഗ് കിറ്റ്സും ഒക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട്. സോ മിനിമൈസിങ് ടെസ്റ്റ് ചേഞ്ച് ടൈം അല്ലെ, ടെസ്റ്റിന്റെ ടേൺ അറൌണ്ട് ടൈം അതായത് ചേഞ്ച് ടൈം എന്ന് പറയുന്നത് people with drug resistant TB are started on the correct treatment regimen at the earliest. ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു TB ഉള്ള ഒരാൾക്ക് അല്ലെ, അയാൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിൽ ഒരു റുട്ടീൻ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നും പറഞ്ഞു വെക്കുന്നു. ഓക്കെ,
സോ WHO എന്താണ് എൻഡോഴ്സ് ചെയ്യുന്നത്? എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഥറൈസ് ചെയ്യുക അല്ലെ. നിയർ പോയിന്റ് ഓഫ് കെയർ ആണ് ഇവിടെ ഏറ്റവും ആവശ്യം. ഏറ്റവും അടുത്ത സ്ഥലത്ത് എന്ത് ലഭ്യമാക്കണം? കെയർ ലഭ്യമാക്കുക. ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, NPOC, NAAT, ഇത് രണ്ടുമാണ് അതിന്റെ ടെസ്റ്റിന്റെ പേര്. അവർ മോർ ഓപ്ഷൻസ് ഫോർ മോളിക്കുലാർ ടെസ്റ്റിങ്ങും അതുപോലെ പ്രൈമറി കെയർ ലെവലും ഉള്ള ടെസ്റ്റിങ്ങും എല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, നമ്മൾക്ക് താലൂക്ക് ആശുപത്രി ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്. നമ്മൾ പറയുന്ന എന്താ പറയുക, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലാതെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട് അല്ലെ. അപ്പം ഏറ്റവും നിയറസ്റ്റ് പോയിന്റ് ഓഫ് കെയറിൽ അവർക്ക് ടെസ്റ്റിങ്ങും പിന്നെ ഫർദർ ട്രീറ്റ്മെന്റും നൽകാനാണ് WHO നിഷ്കർഷിക്കുന്നത്. ഓക്കെ, സോ മോർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. നോൺ സ്പ്യൂട്ടം സാമ്പിൾസ് സച്ച് ആസ് ടങ് സ്വാബ്സ് and specifically useful for those who find it difficult to produce good sputum samples including children. അല്ലെ, കുട്ടികൾക്ക് സ്പ്യൂട്ടം സാമ്പിൾസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ എന്ത് സാമ്പിൾസ് എടുക്കുക എന്ന് പറഞ്ഞാലും ഒരു ടീഡിയസ് ടാസ്ക് തന്നെയാണ്. എസല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഒരു കാരണത്തിലും സമ്മതിക്കത്തില്ല. ഐ ഡു റിമെമ്പർ ഡ്യൂറിങ് ദ ടൈം ഓഫ് കോവിഡ്, എന്താ പറയാ, പനി വന്നപ്പം നമുക്ക് മനസ്സിലായി ഓക്കെ ദർ ആർ ചാൻസസ് ഇതാവാനുള്ള ഏറ്റവും പീക്കിൽ വന്നൊരു സമയം, ഒരു ഫെബ്രുവരി മാസം ഏറ്റവും പീക്കിൽ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു ടൈമിൽ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കൺഫേം സോ ദാറ്റ് എൻ്റെ മോനും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ്, ഐ മീൻ ലൈക്ക് എന്തെങ്കിലും ഒരു, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല. അപ്പം സാമ്പിൾസ് കളക്ട് ചെയ്യാൻ സ്വാബ് ഇടുമ്പോൾ സമ്മതിക്കില്ല കുട്ടി അല്ലെ. എന്ത് പാടുപെട്ടിട്ടാണ് ഒരിത്തിരി അതിനകത്തുനിന്ന് എടുത്തത്. സോ ലേറ്റർ ഓൺ അവർ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അനാവശ്യമായിട്ട് മെഡിസിൻസ് ഒന്നും കൊടുക്കണ്ട, ഗിവ് ഹിം ഗുഡ് ഫുഡ്. കാരണം കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് മാറിക്കോളും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് മാറാൻ സഹായകരമായിരുന്നു. സോ ഇതുപോലെ സ്വാബ് കളക്ഷൻസ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുടെ സലൈവ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ് അല്ലെ. ടങ് സ്വാബ് മാത്രം എടുക്കുകയാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ടു എക്നോളജ് എന്താണെന്ന് വെച്ചാൽ, നൺ ഓഫ് ദീസ് ടൂൾസ്, ഈ ഒരു ടൂൾസും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല എന്നതാണ്. ഓക്കെ, so growing collection of new test offers comprehensive toolbox for TB diagnosis. തീർച്ചയായിട്ടും growing collection of new test ഒരു ടൂൾ ബോക്സിൽ കുറെ ടൂൾസ് ഉണ്ട്. അതിലൊരു ടൂളാണ് ഈ ഒരു പുതിയ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഡയഗ്നോസ്റ്റിക് നെറ്റ്വർക്ക് കൊണ്ട് ചെയ്യേണ്ടത് അല്ലെ. ഏതാണ് ഏറ്റവും നല്ല ടൂള് ടു ബി യൂസ്ഡ് ഇൻഡിവിജ്വലി ആൻഡ് ഇൻ കോമ്പിനേഷൻ, ഇൻഡിവിജ്വൽ ആയിട്ടും കോമ്പിനേഷനും ആയിട്ടും ഒക്കെ ഏറ്റവും നല്ല ടൂള് ഏത് ഉപയോഗിക്കണമെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. And it has to be located to be established a diagnostic cascade that is accessible, affordable and person centered. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെയും കണക്കിലെടുത്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് കാസ്കേഡ് രൂപം കൊടുക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്ത്യ എന്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ ചെയ്യേണ്ട, റിസർച്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഫീൽഡ് ടെസ്റ്റ് ദീസ് ടൂൾസ് അല്ലെ, ഫീൽഡ് ടെസ്റ്റ് ചെയ്യണം ത്രൂ റോബസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. എത്ര പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ആ ഇംപ്ലിമെന്റേഷൻ ലെവൽ അത് ചെയ്യണം. And that matches the pace of innovation. ഇന്നോവേഷന്റെ പേസിൽ അവരത് ചെയ്തു പോവുക. So that solutions can be tested in specific settings and decisions take for scale up. ഞാൻ നിങ്ങളോട് ഇവിടെ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാവേ. നമ്മൾ ഡിസൈൻ തിങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ സ്കൂൾസിൽ ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്കറിയില്ല. ഇനി വല്ല CBSE സ്കൂൾസോ IB സിലബസിലുള്ള സ്കൂൾസിലോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ കാലിഫോർണിയ, സിംഗപ്പൂർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുമുള്ള സ്കൂൾസിൽ കുട്ടികളെ വളരെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡിസൈൻ തിങ്കിങ് മെത്തേഡ്. ഒരു 6 സ്റ്റെപ്പ്, ബേസിക്കലി 5 സ്റ്റെപ്പായിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 5 സ്റ്റെപ്പ് കൊണ്ട് ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ പാകത്തിന് ഉള്ള ഒരു മെത്തേഡാണ് ഡിസൈൻ തിങ്കിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. സൂപ്പർബാണ് കേട്ടോ. നമ്മൾ കുട്ടികളോടൊക്കെ പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ സ്കേഴ്സിറ്റി, നിങ്ങളുടെ ഏരിയയിൽ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട് അല്ലെ, ഡിസൈൻ തിങ്കിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ നിയർ ബൈ, ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. യുനിസെഫിന്റെ ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഉണ്ട്. ഒരു പെൺകുട്ടി 8 മണിക്കൂർ ഷീസ് ട്രാവലിംഗ് ടു ഫെച്ച് വാട്ടർ, വെള്ളം കിട്ടാൻ
ആഫ്രിക്കയിൽ എവിടെയോ ആണ്, ഏതോ ഒരു റിമോട്ട് ഏരിയയിലാണ് താമസിക്കുന്നത്, പ്രോപ്പർ വീട് പോലും ഇല്ല. ഓക്കെ, ഷെഡ് പോലെ വലിച്ചു കിട്ടിയേക്കാണ്. അവളെ ഒരു ഒട്ടകത്തിനെയും പിടിച്ചുകൊണ്ട് 8 മണിക്കൂർ നടന്നിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതും വെള്ളത്തിന്റെ കളർ കണ്ടാൽ നമ്മൾ ജന്മത്ത് കുടിക്കില്ല അല്ലെ. ഓരോ ഡ്രോപ്പ് വെള്ളവും നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ. അപ്പൊ ഇതുപോലെ കുട്ടികളെ കാണിക്കുമ്പോൾ അവർ 6 സ്റ്റെപ്പ് അല്ലെ 5 സ്റ്റെപ്പ് ഉപയോഗിച്ച് അവർ പറയും. എംപത്തൈസ് ചെയ്യുക അല്ലെ, ഡിഫൈൻ ദ പ്രോബ്ലം, ഇസ്ന്റ് ഇറ്റ്, അത് കഴിഞ്ഞിട്ട് ഐഡിയേറ്റ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക. എംപത്തൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം അവളുടെ പ്രശ്നം എന്റെ പ്രശ്നമായിട്ട് ഞാൻ എടുത്തു അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിനകത്ത് നിന്ന് എന്റെ പ്രശ്നമാണ്, എനിക്ക് സൊല്യൂഷൻ കണ്ടെത്തണം, ഇസ്ന്റ് ഇറ്റ്. അതാണ് എംപത്തൈസ്. ദെൻ യു ആർ ഡിഫൈനിങ് ദ പ്രോബ്ലം ടു സംബഡി. പലരോടും നമ്മൾ ആ പ്രോബ്ലം പറയുമ്പം യു ആർ ജനറേറ്റിംഗ് മോർ ഐഡിയാസ് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡിയേറ്റ് ചെയ്യുക, ഇസ്ന്റ് ഇറ്റ്. ഐഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ഐഡിയാസ്, ഒരു ഐഡിയ അല്ല 10 ഐഡിയാസ് വരുമായിരിക്കും. നമ്മൾ ആ 10 ഐഡിയാസിൽ നിന്നും ഒരു ഐഡിയ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാണ് വേണ്ടത്, ഇസ്ന്റ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നാലാമത്തെ പ്രോബ്ലം ഇതാണ്, പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു മെഷീനാണ് കൊടുക്കുന്നത് അല്ലെ, ഞാൻ ഇന്നൊരു സിസ്റ്റമാണ് അവൾക്ക് കൊടുക്കുക, പ്യൂരിഫയർ ആണ് കൊടുക്കുക അല്ലെ. ഇതൊക്കെ നമ്മൾ പ്രോട്ടോടൈപ്പിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എന്താ പറയാ, ഈസ് ടെസ്റ്റിംഗ്. ഇത് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആണെന്ന് തെളിയിക്കുക. അപ്പൊ ഇത് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാണ്, എല്ലാ വീടുകളിലേക്കും നമുക്ക് വാട്ടർ പ്യൂരിഫയർ എത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളോട് പറയും, ഇത് പറ്റില്ല, പ്യൂരിഫയർ പറ്റില്ല. സെക്കൻഡ് വൺ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഒരു ഡെസേർട്ടിലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കുട്ടികൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ദേ വിൽ കം ടു ദാറ്റ് ഐഡിയ ദാറ്റ് ഓക്കെ, അവൾക്ക് പെബിൾസ് വെച്ച് ചെയ്യാം, ക്ലോത്ത്സ് വെച്ചിട്ട് ചെയ്യാം, അവൾക്ക് എന്താ പറയാ പിന്നെ യെസ് പ്ലാന്റ്സ് വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്യാം വെള്ളം അല്ലെ. ആ വെള്ളത്തിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സഹായകരമാകും. ഇങ്ങനെ പറയുന്ന പോയിന്റിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത് ഡിസൈൻ തിങ്കിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ആ ഡിസൈൻ തിങ്കിങ് മെത്തേഡ്സ് നമ്മൾ ഇവിടെയും ആപ്ലിക്കബിൾ ആക്കണമെന്നാണ് അവരിവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു അഡീഷണൽ നോളജ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ച കാലത്ത് അല്ലെ, പോട്ടെ നിങ്ങളല്ല, ഞാൻ പഠിച്ച കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. റോഡ് ലേണിംഗ്, കാണാപ്പാഠം പഠിക്കുക അല്ലെ. അപ്പൊ ഈവൻ മാത്സിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഒരു കുട്ടി എല്ലാ സബ്ജക്ട്സിനും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. ഈവൻ റിയൽ ലൈഫ് സിനാരിയോസിൽ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു സ്കൂളിൽ ഇഷ്ടം പോലെ വീഡിയോ റിലേറ്റഡ് ടു ഡിസൈൻ തിങ്കിങ്ങുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് കാണുക, എന്നിട്ട് മനസ്സിലാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, യെസ്, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇന്ത്യൻ ഇന്നോവേറ്റേഴ്സ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രിങ്ങിങ് ടു ദ മാർക്കറ്റ് സ്ക്രീനിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ് ഫോർ ഗ്ലോബൽ യൂസ്. ഗ്ലോബൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ഡയഗ്നോസ്റ്റിക് ടൂൾ വേണ്ടിയിട്ട്. സോ എന്താ പറയുക, കണ്ടിന്യൂ ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ടേക്കിംഗ് ദം ടു ദ സ്കെയിൽ അക്രോസ് ദ കൺട്രി. അപ്പൊ ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, അക്രോസ് ദ കൺട്രിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ എന്താണ് എവിഡൻസ്, ഇവോൾവിംഗ് ക്ലിയർ ഡയഗ്നോസ്റ്റിക് അൽഗോരിതം, പ്രോപ്പർ ആയിട്ടുള്ള അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട്, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി അല്ലെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇത് ടെക്നീഷ്യൻസിന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. സോ വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷണൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് AI എംബഡഡ് CXR, എക്സ്റേ റീഡിംഗ് എടുക്കുക, അതുപോലെ മോളിക്കുലർ ടെസ്റ്റിംഗ് ഫോർ ഡയഗ്നോസിങ് TB, ഐഡന്റിഫൈങ് എനി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ കുട്ടികളുടെ കേസ് പറഞ്ഞില്ലേ അല്ലെ, ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. ഇതില് ഡയഗ്നോസ്റ്റിക് കുട്ടികൾക്ക് പ്രശ്നമാകുന്നത് അവരിത് നമ്മൾക്ക് തരാത്തത് കൊണ്ട് മാത്രമല്ല, ലൈക്ക് സ്വാബിൽ കളക്ഷൻ മാത്രം കൊണ്ടല്ല, ഇവരിൽ സിംറ്റംസ് കാണിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ കുറച്ച് സാവധാനത്തിലാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ അനാലിസിസ് ഓൾസോ നീഡഡ് അല്ലെ. ഒരു കുടുംബത്തിലുള്ളവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്യുക, അവരുടെ ചുറ്റുപാടുമുള്ളവരെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഫസ്റ്റ് പേഴ്സൺ കോൺടാക്ട് ആവുന്ന ആൾക്കാരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എക്സ്പാൻഷൻ നടക്കണം. ഒരാള്, അതായത് കൃത്യമായ അനാലിസിസ് ഇത് ആവശ്യമാണെങ്കിലേ ബൈ 2030 ആണ് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്ന വർഷം നിർമാർജനം ചെയ്യുക, TB നിർമാർജനം ചെയ്യുക എന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പ്രയോറിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. സിമിൾട്ടേനിയസ്ലി വി മസ്റ്റ് സ്ട്രീം ലൈൻ എന്താണ് ഇന്നോവേഷൻ അസസ്മെന്റ്സ് ആൻഡ് പ്രൊക്യൂർമെന്റ് പാത്വേസ് so that all evidences is rigorously reviewed by the Indian Council of Medical Research. ICMR എല്ലാ എവിഡൻസസും, റിസർച്ച് ചെയ്യുന്ന എവിഡൻസസ് എല്ലാം ICMR ടെസ്റ്റ് ചെയ്യുക, isn't it?
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാക്സിൻ വോർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവി ഉണ്ട് അല്ലേ? അതിനകത്ത് ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഒരു കോവിഡ് വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഓക്കെ, സോ അതിനൊരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തെല്ലാം അതിനെ കോൺട്രഡിക്ടറി ആയിട്ടും അതിനെ കൺഫ്യൂഷൻസും ഒക്കെ രേഖപ്പെടുത്തിയാലും ആ ഒരു ഇന്ത്യ അവിടെ ഒരു സെൽഫ് റിലയന്റ് ആകേണ്ടത് ആവശ്യകത തന്നെയായിരുന്നു ഇന്ത്യയുടെ. സോ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, ക്ലിനിക്കൽ ആയിട്ടുള്ള സോഷ്യൽ, ഇക്കണോമിക്, എത്തിക്കൽ കൺസേൺസ് ഇതെല്ലാം ഇതിൽ ബാധകമാണ് അല്ലെ? ക്ലിനിക്കൽ ആയിട്ടുള്ള, അതായത് പ്യുവർലി റിലേറ്റഡ് ടു ദ ഡിസീസ്. സോഷ്യൽ, സാമൂഹികമായിട്ട് ഇയാൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഓക്കെ, അതുപോലെ തന്നെ ഇക്കണോമിക്, സാമ്പത്തികമായിട്ട് വളരെ ബാധ്യതയേറുക, അതായത് എന്താ പറയാ, ഫ്രീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്യൂബർക്ലോസിന്റെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആയി പോവുക അല്ലെ? എത്തിക്കൽ കൺസേൺസ്, പല രീതിയിലുള്ള കമ്മ്യൂണിറ്റീസിന് പല എത്തിക്സ് ഉണ്ടാവും. ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകില്ല, ട്രീറ്റ്മെന്റ് എടുക്കില്ല, അവരുള്ളവരൊക്കെ കൺവിൻസ്ഡ് ആക്കുക അല്ലെ? ഇതെല്ലാം ICMR ഒരു എന്താ പറയാ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് ആണ് ഇവിടെ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ബോത്ത് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഇത് ആവശ്യമാണ്. സെവറൽ ഏരിയാസ് സ്റ്റിൽ റിക്വയർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ്. എല്ലാ ഏരിയാസിലും റിസർച്ചും ഇന്നോവേഷനും ഇനിയും ആവശ്യമാണ്. സോ ഫസ്റ്റ് ഇസ് ഇന്ത്യ is scaling up testing TB infection, access to TB preventive therapy. We need more cost effective and easy to use biomarkers അല്ലെ? കുറച്ചുകൂടെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാഹചര്യമുള്ള ബയോമാർക്കേഴ്സ് നമ്മൾ കൊണ്ടുവരണം. ആൻഡ് പ്രിഡിക്ട് ദോസ് ഹൈ റിസ്ക് ഫോർ ഡിസീസ് പ്രോഗ്രഷൻ ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളത്. സോ ടെസ്റ്റ് ഷോ ചെയ്യുന്ന എന്താണ്? ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് അപ്രോച്ച് ആണ് അല്ലെ? അവരെ കൺവിൻസ് ചെയ്യുക, TBയുടെ ഇൻഫെക്ഷന്റെ തുടക്കത്തിൽ തന്നെ ട്യൂബർക്ലോസിസ് പ്രിവെന്റഡ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അവർ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ, ഇഫ് ദേ ആർ അറ്റ് ഹൈ റിസ്ക് ഓഫ് ഡിസീസ്, അത് പെർട്ടിക്കുലർലി പ്രൈവറ്റ് സെക്ടറിൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ഓക്കെ, നാഷണൽ TB സർവേ ചെയ്യുന്ന എന്താണ്? സിംറ്റം ലെസ് ആയിട്ടുള്ള TB. അതൊരു സീരിയസ് ഇഷ്യൂ ആണ് അല്ലെ? നമുക്ക് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ചുമ വന്നു, ശക്തമായിട്ടുള്ള ചുമ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുള്ളൂ അല്ലെ? ഇനി അസിംറ്റമാറ്റിക്കായിട്ടുള്ള, അതായത് സിംറ്റം ലെസ് ആയിട്ടുള്ള TB വരികയാണെങ്കിൽ എന്താണ് ചെയ്യുക അല്ലെ? സിംറ്റം ബേസ്ഡ് സ്ക്രീനിങ് അലോൺ ഇൻസഫിഷ്യന്റ്. അപ്പൊ സിംറ്റം കണ്ടുകൊണ്ട് സ്ക്രീനിങ് മാത്രം ഇവിടെ നടക്കില്ല. ഇൻക്രീസ് ആക്സസ് ടു എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ, അതൊരു സ്റ്റെപ്പാണ്. റൈറ്റ് ഡയറക്ഷൻ, ബട്ട് വി ഓൾസോ നീഡ് ഫാസ്റ്റർ ലെസ് ഇൻവേസീവ് ഡയഗ്നോസ്റ്റിക്, ലെസ് അഗ്രസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ് ഒരു ടൂള് നമുക്ക് ഇവിടെ ആവശ്യമാണ് അല്ലെ? ദാറ്റ് യൂസ് സലൈവ ആൻഡ് അതർ നോൺ സ്പ്യൂട്ടം സാമ്പിൾസ്, മ്യൂക്കസ് പോലുള്ള നോൺ സ്പ്യൂട്ടം സാമ്പിൾസ്. അതായത് ഇവിടെ സിംറ്റംസ് എപ്പോഴും നമുക്ക് പ്രകടമാകണമെന്ന് നിർബന്ധമില്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ അസിംറ്റമാറ്റിക് ആണെങ്കിൽ ഡയഗ്നോസ് ഒരുപാട് വൈകി പോവും അല്ലെ? ഇപ്പൊ നമ്മൾ പറയും ക്യാൻസർ ചിലപ്പോ ഓരോരുത്തരുടെ ശരീരത്തിൽ ഉണ്ടാകും. ഓക്കെ, ഇതിനെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ നമ്മളൊരു അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇവൻ കയറി അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരുടെയും ബോഡിയിൽ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു സ്റ്റേജ് എത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ലേറ്റർ സ്റ്റേജിലായിരിക്കും. പല ആൾക്കാരും അങ്ങനെ പറയുന്നവരുണ്ട്. സോ മോർ ഫീസിബിൾ സ്റ്റഡി are required to understand utility and performance in real world settings, particularly among individuals with low bacterial load അല്ലെ? സോ ഫീസിബിൾ സ്റ്റഡീസ് ഇവിടെ ആവശ്യമാണ്. പെർഫോമൻസിലാണെങ്കിലും റിയൽ വേൾഡ് സെറ്റിംഗ്സിലും ഒക്കെ ഇവിടെ ആവശ്യമാണ്, പെർട്ടിക്കുലർലി ഇൻഡിവിജ്വൽസ് വിത്ത് ലോ ബാക്ടീരിയൽ ലോഡ്. മൂന്നാമത് അവർ പറയുന്നത് ഡയഗ്നോസിങ് TB ഇൻ ചിൽഡ്രൻ റിമെയിൻ ചാലഞ്ചിങ് അല്ലെ? അവർക്ക് സ്പ്യൂട്ടം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ദേ ഓഫൻ ഹാവ് ലോ ബാക്ടീരിയറി ലെവൽസ്, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് മൈക്രോബിയം ട്യൂബർക്ലോസിസ് ബാക്ടീരിയ അവരുടെ സാമ്പിളിൽ കാണുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസസിലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ടെസ്റ്റിംഗ് യൂസിങ് സ്റ്റൂൾ സാമ്പിൾസ് ഹാവ് ബീൻ ട്രൈഡ്. സ്റ്റൂൾസിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നത് ട്രൈ ചെയ്തിട്ടുണ്ട് ചില കൺട്രീസിൽ. പക്ഷെ നമ്മൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ റിസർച്ചിലേക്ക് കുറച്ചുകൂടെ കടന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് വേണം നമുക്ക്, അതുപോലെ ധൃതി ഏർജന്റ് ആയിട്ട് ചെയ്യുകയും വേണം. അതുപോലെ റൈറ്റ് ടൂള്, ഒരു കുട്ടിക്ക് TB വന്നാൽ എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ള റൈറ്റ് ടൂള് നമ്മൾ കൊണ്ടുവരികയും വേണം. ഫൈനലി പറയാനായിട്ടാണെങ്കിൽ ഇതെല്ലാം ഗവൺമെന്റിനോടുള്ള ഒരു അപ്പീൽ എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഡയഗ്നോസ്റ്റിക് എക്സ്ട്രാ പൾമിനറി TB അല്ലെ? എക്സ്ട്രാ പൾമിനറി TB എന്ന് പറയുന്നത് ഒരു മോർ എന്താ പറയാ ക്വാർട്ടർ ഓഫ് ഇന്ത്യസ് TB ബേർഡൻ ആണ് അല്ലെ? ഒരു 1/4 ഇന്ത്യയുടെ TBയുടെ ബേർഡൻ ആക്ച്വലി സ്പീക്കിംഗ് എക്സ്ട്രാ പൾമിനറി TB ആണ്.
ഇത് ഡിഫിക്കൾട്ടാണ്, ഓഫൻ ഇനാക്സസിബിൾ ആണ്, അതുപോലെ ഭയങ്കര എക്സ്പെൻസീവുമാണ്. സോ മിസ്ഡയഗ്നോസിസ് എപ്പോഴും ഡയഗ്നോസ്ഡ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഡിലേ ആവാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇത് കാറ്റാസ്ട്രോഫിക്, വളരെ കാറ്റാസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഡേഞ്ചർ ആയിട്ട് അല്ലെങ്കിൽ അതിദാരുണമായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. കോസ്റ്റ് ഫോർ ഫാമിലീസും പുവർ ഔട്ട്കം ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, ഇൻഡിവിജ്വൽസിന് ഒരു പുവർ ഔട്ട്കവുമാണ്, ഫാമിലീസിന് ഇത് വളരെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ പൈലറ്റ് പ്രോഗ്രാംസ് ഇതുപോലെ ഗ്ലോബലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AI enabled portable ultrasound devices along with molecular testing using new tools ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ത് ചെയ്യണം, ഇവിടെ ഇന്ത്യയിൽ സ്പെസിഫിക് എവിഡൻസ് ഓൺ ദിസ് ഇൻക്ലൂഡിംഗ് ഓൺ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇന്ത്യ നീഡ് ടു ട്രൈ ഓൺ ദിസ് എന്നാണ് പറയുന്നത്. സോ സ്ട്രെങ്തനിങ് ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ് ഒരു ഗ്രേറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫോർ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ. നമ്മളിത് സ്പെൻഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് കിട്ടുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, എത്ര നേരത്തെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. സോ സൂണർ എ പേഴ്സൺ വിത്ത് TB ഈസ് ഡയഗ്നോസ്ഡ്, എത്ര നേരത്തെ ഒരു പേഴ്സൺ TB ഡയഗ്നോസ് ചെയ്യപ്പെടുന്നോ, ഐഡിയലി ബിക്കം ദേ ആർ വെരി എന്താ പറയാ വെരി ഇൽ, ദ മോർ ലൈക്ലി ദേ ആർ ടു റിക്കവർ ഫുള്ളി. എത്രമാത്രം പെട്ടെന്ന് അവർ ഇല്ലാവുന്നു അത്രയും പെട്ടെന്ന് തന്നെ അവർ റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ലോങ് ടേം പോസ്റ്റ് ട്രീറ്റ്മെന്റ് മോർബിഡിറ്റീസ്, അവിടെ ഡിഫിക്കൽട്ടീസ് അവിടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഏർലി ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ലോങ് ടേം ലങ് ഹെൽത്ത്, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ വിത്തിൻ കമ്മ്യൂണിറ്റീസ്, അവരുടെ കമ്മ്യൂണിറ്റീസിൽ തന്നെയുള്ള ട്രാൻസ്മിഷൻസ് കുറയ്ക്കാനായിട്ട് സഹായകരമാകും. isn't it? കെയർഫുള്ളി ബട്ട് സ്വിഫ്റ്റ്, വളരെ കെയർഫുൾ ആയിട്ടുള്ള വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള സ്ട്രീം ലൈൻഡ് പബ്ലിക് സെക്ടർ എക്സ്പാൻഷൻ ആണ് ഇവിടെ ആവശ്യം. സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെ, നമ്മുടെ പോക്കറ്റ് കീറുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, എക്സ്പെൻഡിച്ചർ ഫോർ ഫാമിലീസ്, അതിന് സാധ്യത കുറയ്ക്കുകയും അതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ ബോക്സ് നമുക്കുണ്ട് എങ്കിൽ പവർഫുൾ ലിവർ ആണ് നമുക്ക് TB എലിമിനേഷൻ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ലിവർ ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഓ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിന്റെ ടോൺ ഓഫ് ദ പാസേജസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ ഒന്ന് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഈ ഒരു എഡിറ്റോറിയൽ വായിച്ചപ്പം അല്ലെങ്കിൽ ഞാൻ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, വാട്ട് ഇസ് ദ ടോൺ എന്ന് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കാം കേട്ടോ. യെസ്, മെസ്സേജ് വരുന്നില്ലല്ലോ. ഓക്കെ, യെസ്, ആദർശിന്റെ എന്താ മെസ്സേജ് വന്നു? ഓക്കെ, മോർബിഡിറ്റീസ് അല്ലെ. മോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ലൈക്ക് ഒരു ഡിസീസ് ആയിട്ട് അൺഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനകത്ത് നമ്മൾ പറയത്തില്ലേ ഇൻജുവേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഒരു ഇൽനെസ് ഒരു സ്പെസിഫിക് ടൈമിൽ സംഭവിക്കുന്ന ഒരു ഇൽനെസ്, അതിനെയാണ് നമ്മൾ മോർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു വ്യതിചലനം എന്ന് നമുക്ക് വേണമെങ്കിൽ മോർബിഡിറ്റിയെ നമുക്ക് പറയാം. ഓക്കെ, യെസ്. അതായത് ഇതിന് രണ്ട് വേർഡ്സ് ഉണ്ട് കേട്ടോ. മോർബിഡിറ്റി എന്നൊരു വേർഡ് ഉണ്ട്, അതുപോലെ കൊമോർബിഡിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് ഉണ്ട്, കൊമോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡിസീസ് സിമിൾട്ടേനിയസ്ലി നമുക്ക് വരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ചില നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും, BP ഉണ്ട്, ഷുഗറും ഉണ്ട്, അത് കൊമോർബിഡിറ്റി ആണ്. എനിക്ക് ഷുഗർ ഇല്ല കേട്ടോ, BP മാത്രമേ ഉള്ളൂ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, അത് മോർബിഡിറ്റി ആണ്. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. ഇത്തിരി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ തിങ്സ്? ഓക്കെ, അനലിറ്റിക്കൽ, ഒപ്റ്റിമിസ്റ്റിക്, കോഷണറി, എക്സ്പ്ലനേറ്ററി. വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. കറക്റ്റ് ആണ് കേട്ടോ. അനലിറ്റിക്കൽ, എക്സ്പ്ലനേറ്ററി, ഇൻഫോർമേറ്റീവ് ആണ്, അതുപോലെ കോഷണറി ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആണ്, അഡ്വൈസറി ആൻഡ് സജസ്റ്റീവ് ആണ്. ഓക്കെ, അതായത് അനലിറ്റിക്കൽ ആയിട്ട് പറയാണ്, റൈറ്റർ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നുണ്ട് അല്ലെ, ഡെവലപ്മെന്റ്. ഇവിടെ ഡെവലപ്മെന്റ് ഇൻ TB ഡയഗ്നോസ്റ്റിക്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ട്സ്, സിസ്റ്റം ആൻഡ് പോളിസീസ്. ഇമോഷണലി ആയിട്ടല്ല പറയുന്നത്, പക്ഷെ അടുത്ത എഡിറ്റോറിയൽ കുറച്ചുകൂടി ഇമോഷണൽ ആണ് കേട്ടോ. ഇംപ്രൂവ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ കുറച്ച് അഡ്വൈസറി ആൻഡ് സജസ്റ്റീവ് എന്ന് പറഞ്ഞത് കേട്ടോ. യെസ്,
ഇൻഫോർമേറ്റീവ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാണ് അല്ലെ, ഇന്ന സാധനങ്ങൾ ഉണ്ട്, അതിന് ഇന്ന പാളിച്ചകളും പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫർദർ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാണ്, എഡ്യൂക്കേറ്റിംഗ് ദ റീഡേഴ്സ്. അതുപോലെ ടെക്നോളജിയെ കുറിച്ചും പ്രോഗ്രാംസിനെ കുറിച്ചും ചലഞ്ചസിനെ കുറിച്ചും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പ്രോഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒപ്റ്റിമിസ്റ്റിക്കും ആവുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കോഷണറി ആവുന്നുണ്ട്. AI ന്യൂ ടൂൾസ്, WHO റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവരത് ലേഡിയാണ്, അവരത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഗ്യാപ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അൺഈവൻ ആക്സസ്, ഡിലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അഡ്വൈസറി ഓർ സജസ്റ്റീവ് എങ്ങനെയാണ്? ഫ്രേസസ് ലൈക്ക് വി മസ്റ്റ് എൻഷുർ, വി നീഡ് ടു സ്ട്രെങ്തൻ അല്ലെ, ഷോയിങ് റെക്കമെൻഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ടോൺ ഗൈഡ്സ് പോളിസി മേക്കേഴ്സ് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ടുവേർഡ്സ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഇതാണ് പറയുന്നത്. നമ്മള് ആക്ച്വലി ലേറ്റ്, വി ആർ റണ്ണിങ് ലേറ്റ് അല്ലെ, പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു എഡിറ്റോറിയലിലൂടെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് കുറച്ചുകൂടെ എളുപ്പമാട്ടോ, ഞാൻ വെറുതെ വായിച്ച പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എങ്കിലും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. രണ്ടാമത്തെ എഡിറ്റോറിയല് എ ഡെക്കേഡ് ഓഫ് ബിൽഡിംഗ് ഇന്ത്യാസ് TB ചാമ്പ്യൻ മൂവ്മെന്റ്. ഇവര് രണ്ടുപേരും, ഡോക്ടർ നളിനി കൃഷ്ണൻ, അദ്ദേഹം അവരൊരു കോ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഓഫ് ദ റിസോഴ്സ് ഗ്രൂപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കസി ഓഫ് കോമൺ ഹെൽത്ത്, റീച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. അതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വർക്കിംഗ് ഓൺ ട്യൂബർക്ലോസിസ് ഫോർ 27 years ആൻഡ് എ പയനിയർ ഓഫ് TB സർവൈവേഴ്സ് ടു ചാമ്പ്യൻ മോഡൽസ് അല്ലെ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് വേണ്ടിയിട്ട് സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്തോരം പേരുണ്ട് അല്ലെ. ഞാനപ്പോൾ ആലോചിക്കുക, ഇന്നലെ ഈ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ ആലോചിക്കുക, ഞാനൊക്കെ എന്ത് നിസ്സാരമാണ്, ഒന്നും ചെയ്യുന്നില്ല ഫോർ ദ സൊസൈറ്റി അല്ലെ, എല്ലാം നമുക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന നിസ്സാരം. എനിക്ക് ഭയങ്കര അത് വായിച്ചപ്പോഴാണ് വി ഷുഡ് ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി അല്ലേ. 10 കുട്ടികളെ വിളിച്ചിരുത്തി എന്തെങ്കിലും 4 അക്ഷരം പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്താൽ സൊസൈറ്റിക്ക് നാളെ അത് യൂസ്ഫുൾ ആകും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബിക്കോസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെ, എന്തെങ്കിലും എന്താ പറയാ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ പറയുന്നത് നമുക്കെല്ലാം ദൈവം സഹായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെ, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുക, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അനുപമ ശ്രീനിവാസൻ, ഡെപ്യൂട്ടി ഡയറക്ടർ റിസോഴ്സ് റീച്ചിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആണ്. സോ ദീസ് ആർ ദ 2 authors ഓഫ് ദിസ് ആർട്ടിക്കിൾ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. 2017 ഡൽഹിയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തേണ്ടായി കേട്ടോ. സെഡ്രിക് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ട്യൂബർക്ലോസിന്റെ സർവൈവർ ആണ് ആൻഡ് അഡ്വക്കേറ്റ് ഫ്രം മഹാരാഷ്ട്ര. അവര് റൂം ഫുൾ ഓഫ് TB സർവൈവേഴ്സിനോട് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട്, വളരെ എന്താ പറയാ, നമ്മളെ ചിന്തിക്കുന്ന രീതിയിലുള്ള കറക്റ്റ് യെസ് സാറ്റിസ്ഫാക്ഷൻ, ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗാണ് അവർ പറയുന്നത്. It's been very lonely having this disease. I'm fed up with the loneliness and I hope all of you too. അല്ലെ, ഈ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യം. എനിക്ക് ഈ ഒരു ലോൺലിനെസ് എന്ന് പറയുന്നത് ഐ എം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്, എനിക്ക് മതിയായി അല്ലെ, നിങ്ങൾക്കും മതിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഓർഗനൈസിംഗ് ടീം ഓഫ് ദ വർക്ക്ഷോപ്പ് ഹാസ് ജെന്റ്ലി admonished us അല്ലെ, rebuked, കളിയാക്കി കൊണ്ട് പറയാണ്, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് someone is finally bringing us together. ആരെങ്കിലും ഒക്കെ ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ, പക്ഷെ എന്താ ഇത്ര വൈകിയേ എന്നാണ് അവരന്ന് ആ ഒരു സെമിനാറിൽ ചോദിച്ചത് അല്ലെ. ഇത് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് പേപ്പറിന്റെ സൺഡേ സപ്ലിമെന്റ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ചോന്ന് അറിയില്ല, അതിന്റെ തലക്കെട്ട് കണ്ട് ഞാൻ ആ ഒരു പേജ് വായിച്ചതാണേ. അതിനകത്ത് കണ്ടതെന്താ അറിയോ, ആഫ്രിക്കയില് ഏതോ ഒരു രാജ്യത്ത്, എനിക്കറിയില്ല ആഫ്രിക്കയിൽ ഏത് രാജ്യമെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, വായിച്ചു പോകുന്നു, എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അതിനകത്ത് കുറെ അധികം സ്ത്രീകള്, 600-ലധികം സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അവര് ഒരു ചെറിയ ഗ്രാമം, എലൂഫ് ഫ്രം ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ഒറ്റ മുറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഈ മറ്റേ നമ്മൾ റൗണ്ട് ഷേപ്പിൽ മറ്റേ ഈ ഓല കൊണ്ട്, പനയുടെ ഓല കൊണ്ട് മേച്ചേക്കുന്ന ഒരു റൂമില് ജീവിതകാലം കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും ഇവരെന്താ അവരെ വന്ന് സ്റ്റേ ചെയ്യുന്നത്, അവര് ഈ ദുർമന്ത്രവാദിനികളാണെന്ന് അവരില് എന്താ പറയാ അലിഗേഷൻസ്, അവര് ദുർമന്ത്രവാദികളാണ് എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്ത്രീകളുടെ ഒരു സമൂഹമാണ് അവിടെ താമസിക്കുന്നത്. എനിക്ക് അത്ഭുതപ്പെട്ടു തോന്നി, ഇപ്പോഴും ഈ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ അല്ലെ. ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഇമാജിനബിൾ ആണ്, നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയാവും അല്ലെ. നമ്മളൊരു സാമൂഹിക ജീവിയാണ്.
അപ്പം ഇത് ആ ആർട്ടിക്കിൾ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടെ. മലയാള മനോരമയുടെ ആണെന്ന് തോന്നുന്നു. അതെ, മലയാള മനോരമയുടെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അതിനകത്ത്. സൺഡേ സപ്ലിമെന്റ് പേജിനകത്ത് ഫസ്റ്റ് പേജിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഈ ദുർമന്ത്രവാദികൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ അതില് തലയിൽ എന്താ പറയുക ചാപ്പ കുത്തി വിടുന്നത് എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് അല്ലെ മക്കള് കൊണ്ട് ഉപേക്ഷിച്ച് സ്വന്തം മക്കള് തന്നെ പറയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു അമ്മ ഒരു പശുവിനെ കൊല്ലുന്നത്, അത് കാരണം ഇവരൊരു ദുർമന്ത്രവാദിയാണ്. അതായത് പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും തള്ളിക്കളയാനായിട്ട് ഉള്ള ഒരു എന്താണ് ഒരു അടവ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ലേഡി അവിടെ വിസിറ്റ് ചെയ്യുകയും അവരുമായിട്ട് നേരിട്ട് ഇടപഴകുകയും ചെയ്തു. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പേർക്ക് അസുഖബാധിതരാണ്. അൾഷിമേഴ്സ് ഉണ്ട്, അതുപോലെ ഫിസിക്കൽ എയിൽമെന്റ്സ് ഉള്ള ഒരുപാട് സ്ത്രീകൾ. ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് അറിയുന്ന റിയാലിറ്റി അല്ലെ. ജീവിക്കാനായിട്ട് വിറക് പെറുക്കി കൊടുത്ത് ഇതേ നാട്ടുകാർക്ക് വിറ്റ് ജീവിക്കുന്ന ഒരുപാടധികം സ്ത്രീകൾ. സോ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയെ തോന്നിയ. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴും പിന്നെയും അവിടുന്ന് കല്ലെറിഞ്ഞ് ദേഹമൊക്കെ ഇഞ്ചുവേർഡ് ആയിട്ട് വരേണ്ട ഒരവസ്ഥ. സോ ഇന്ത്യയുടെ ഡയഗ്നോസ് ചെയ്യുന്നത് treat over 25 lakh people with TB every year. ഏകദേശം 25 ലക്ഷം ആൾക്കാരെ ഇന്ത്യ എല്ലാ വർഷവും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് സച്ച് ആസ് സെഡ്രിക്കിനെ പോലെ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ഇൻ ടു ടേംസ് വിത്ത് ഡിസീസ് ആൻഡ് ഫൈറ്റിംഗ് ആൻഡ് ഓവർകം ഇറ്റ്. ഒരുപാട് പേര് യുദ്ധം ചെയ്യുന്നുണ്ട് ഡിസീസിന്റെ എഗൻസ്റ്റ് ആയിട്ട്, എന്നിട്ട് ഓവർകം ചെയ്യുന്നുണ്ട്. അവരുടെ പാത്ത് ഡയഗ്നോസിൽ നിന്നും, അതായത് അസുഖമുണ്ട് എന്ന് കണ്ടെത്തുന്നത് മുതൽ ക്യൂർ പരിപൂർണമായ ആരോഗ്യം നേടുന്നത് വരെ എന്ന് പറയുന്നത് ഒരു ട്രബിൾസം ആയിട്ടുള്ള ലൈഫാണ് അല്ലെ. അവർക്ക് ചാലഞ്ചസ് ഉണ്ട്. ബാക്കി ഒരു രോഗവും പോലെ അല്ല ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ എനിക്കും രോഗം പകരും എന്നുള്ള ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിത്തിൻ ദ കമ്മ്യൂണിറ്റി അല്ലെ. അവരെ ഒറ്റപ്പെടുത്തുക, അവരെ മാറ്റി പാർപ്പിക്കാൻ ആവശ്യപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഗവൺമെന്റും ചില സമയം ഫോഴ്സ്ഡ് ആവാറുണ്ട്. ഒരുപാട് കമ്മ്യൂണൽ റെബലിയൻ വരുമ്പോൾ അവരും അതിന് ഫോഴ്സ്ഡ് ആവാറുണ്ട്. TB എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൽനെസ് ആണ് അല്ലെ. ഇതുപോലെ തന്നെയാണ് HIV, isn't it? വളരെ സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ആണ്. ഏർബൻ ആയിക്കോട്ടെ, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റൂറൽ ഏരിയയിൽ ആയിക്കോട്ടെ ഈ ഒരു സ്റ്റിഗ്മ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അത് ആരെയൊക്കെ ബാധിക്കുന്നുണ്ട്? വിമൻ, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുക. വിമൻ, മെൻ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ചിൽഡ്രൻ, അഡോളസൻസ്, എൽഡർലി, സോഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്, ഇവരെല്ലാവരെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇനി ഏർലിയർ ക്രിറ്റിസിസം ഓഫ് ഗ്ലോബൽ TB റെസ്പോൺസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു പ്യൂർലി ബയോമെഡിക്കൽ ആയിരുന്നു. അതായത് ക്ലിനിക്കൽ ഇന്റർവെൻഷൻ, അതുപോലെ കമ്മ്യൂണിറ്റീസിലേക്ക് എത്തിക്കുക, ഡീവാല്യൂയിങ്, അതായത് ജീവിക്കുന്നവരുടെ എക്സ്പീരിയൻസ് ഒരിക്കലും അവർ കൺസിഡർ ചെയ്തിരുന്നില്ല ആദ്യകാലങ്ങളിൽ. ഒരു പേഷ്യന്റിനെ കിട്ടുക എങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഡോക്ടർ വന്നു ഓപ്പറേഷൻ ചെയ്തു, അയാൾ ഇമോഷണലി കണക്റ്റഡ് ആവുന്നില്ല അല്ലെ. അതുപോലെ തന്നെയായിരുന്നു ആദ്യകാലങ്ങളിലെ ട്രീറ്റ്മെന്റ്. അവരെന്ത് ചെയ്യാണ്? ട്രീറ്റ്മെന്റ് കൊടുത്തു പോയി. ഇവരെന്തെല്ലാം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് കൺസേൺഡ് അല്ലായിരുന്നു. പക്ഷെ 2016 ഇവര് ഈ ഒരു റീച്ച് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കാര്യം പറയാണ്. അവർ ഇമാജിൻ ചെയ്തു ആൻഡ് ബിൽഡ് ആർ വിഷ് ലിസ്റ്റ് ടു ഹൗ TB എഫക്റ്റഡ് കമ്മ്യൂണിറ്റി. അതായത് TB എഫക്ട് ചെയ്ത ആൾക്കാര്, TB സർവൈവേഴ്സ്, അവരുടെ കുടുംബം എങ്ങനെയാണ് ഒരു ഗ്രേറ്റർ റോൾ ഈ ഡൗട്ടേഴ്സിന്റെ ഇടയ്ക്ക്, സ്കെപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീപ്പിൾ ഹു ഡൗട്ട്സ് അല്ലെ, അവരുടെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു ഗ്രേറ്റർ റോൾ അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ എല്ലാവരും വി വെർ ടോൾഡ് ദാറ്റ് TB സർവൈവേഴ്സ് എന്ന് പറയുന്നത് അൺലൈക്ക് പീപ്പിൾ ലിവിംഗ് വിത്ത് HIV വുഡ് വാണ്ട് ടു മൂവ് ഓൺ വിത്ത് ദെയർ ലൈഫ്സ് അല്ലെ. TB സർവൈവേഴ്സിന് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കമിങ് എ പിയർ സപ്പോർട്ടേഴ്സ് ഓർ അഡ്വക്കേറ്റ്സ് അല്ലെ. അവർക്കൊരു അവരുടെ ഓക്കെ എന്റെ വീട്ടില് ഒരാൾക്കുണ്ട്, എന്നാൽ എന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരാൾക്ക് വരുമ്പോഴും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലും ഇത് വന്നതാണ്, നിങ്ങൾ ഇത് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ടേഴ്സ് ആയിട്ട് പോവാനായിട്ട് പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ 10 കൊല്ലത്തിന് ശേഷം എവല്യൂഷൻ ഓഫ് TB ചാമ്പ്യൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു നോഷനെ ഡിസ്പെൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർവൈവേഴ്സ് അവർ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? അവർ വളരെ പാഷനേറ്റ് ആണ്, മോട്ടിവേറ്റഡ് ആണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. അവരെന്താണ്, അവർക്ക് ഇമ്പോർട്ടന്റ് റോൾ ടു പ്ലേ ഇൻ ഇന്ത്യസ് റെസ്പോൺസ് ടു TB. TBയിൽ ഇന്ത്യ എന്ത് പങ്ക് വഹിക്കുന്നു, TB നിർമ്മാർജ്ജനത്തിന് ഇന്ത്യ എന്ത് പങ്ക് വഹിക്കുന്നു, അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു റോൾ വഹിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കും? ഈ ഒരു TB സർവൈവേഴ്സിനെ കൊണ്ട് സാധിക്കുമെന്ന് റീച്ച് എന്ന സംഘടന 10 വർഷത്തെ ടയർലെസ് എഫേർട്ടിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇന്ത്യയുടെ നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഹൈ ആൻഡ് ഫ്രീ ക്വാളിറ്റി ഫ്രീ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഹൈ ക്വാളിറ്റി ഫ്രീ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം നടത്തുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡയഗ്നോസ്റ്റിക് കേസ് ഫൈൻഡിങ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഔട്ട്കം എന്ന് പറയുന്നത് വളരെ സ്റ്റെഡിലി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വർഷവും നോക്കുമ്പോഴും ട്രീറ്റ്മെന്റിന്റെ ഇംപ്രൂവ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പം ആൾക്കാർ വിച്ച് മീൻസ് ദ മോർ പീപ്പിൾ ബീങ് ക്യൂർഡ് ദ മോർട്ടാലിറ്റി ഹാസ് റെഡ്യൂസ്ഡ്. എത്ര കൂടുതൽ ആൾക്കാരെ ക്യൂർ ചെയ്യുന്നു, മരണസംഖ്യ വളരെ കുറവാണ്. പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എംബഡഡ് ആയിട്ടുള്ള സ്ക്രീനിങ്, ആക്റ്റീവ് ആയിട്ടുള്ള കേസ് ഫൈൻഡിങ്സ്, അതുപോലെ ഷോർട്ടർ ആൻഡ് ലെസ് ടോക്സിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റെജിംസ്, എക്സ്പാൻഷൻ ഓഫ് ന്യൂട്രീഷ്യസ് സപ്പോർട്ട്, ഇതെല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അപ്രോച്ച് ആണ് കാണിക്കുന്നത്. പിന്നെ ഈവൻ മോസ്റ്റ് റോബസ്റ്റ് ഹെൽത്ത് സിസ്റ്റം കനോട്ട് അച്ചീവ് എലിമിനേഷൻ ഓഫ് എനി ഡിസീസ്. അല്ലെ, എത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും അത് എന്താ പറയാ, ഡിസീസ് എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇസ്ന്റ് ഇറ്റ്? ആക്റ്റീവ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. സോ ടി ബി ചാമ്പ്യൻസ് യൂഷ്വലി ദേ ആർ കമ്പോസ്ഡ് ഓർ ഡിഗ്നിഫൈഡ് to draw on their personal experiences of TB to be powerful communicators and advocates of changes. അല്ലെ, ഈ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ സഹായകരമാകുന്ന ആൾക്കാർ ആരാണ്? ഈ TB സർവൈവേഴ്സ് തന്നെയാണ്. എംപവർ, സപ്പോർട്ട് ആൻഡ് എഡ്യൂക്കേറ്റ്. ഓക്കെ, ആ ഒരു തീരാറായി. ഓക്കെ, സോ ഏർലി ഇയേഴ്സ് ഓഫ് വർക്കിംഗ് വിത്ത് TB സർവൈവേഴ്സിൽ അനുഭവം വെച്ചിട്ട് ഇവർ പറയുകയാണ് അവരുടെ ഫോക്കസ്, റീച്ചിന്റെ ഫോക്കസ് എന്തായിരുന്നു? was on developing the survivor of champions training curriculum which has since been formally adopted by NTEP. അപ്പൊ NTEP എന്താണ് ഇവിടെ പറയുന്നത്? നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. അല്ലെ, ഇവരുടെ ഒരു പ്രോജക്റ്റ് അവർ ഏറ്റെടുക്കുകയുണ്ടായി. ഓക്കെ, ഇവരുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റീഅഫേം ദ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബിലീഫ് ആണ്. ഓക്കെ, യെസ്, ആൻഡ് ഇൻസെപ്ഷൻ, ബിഗിനിങ്ങിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, BGINNING ഉള്ളൂ, ഒരു N കൂടി. That a person with TBക്ക് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്, അവർക്ക് മോട്ടിവേഷൻ ആവശ്യമാണ് ട്രീറ്റ്മെന്റ് പീരീഡിൽ, അത് ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കെയർ ആവശ്യമാണ്, ക്ലിനിക്കൽ കെയർ ആവശ്യമാണ്. ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെ വരും. സോ പിയർ കൗൺസിലിംഗ് ആവശ്യമാണ്. അല്ലെ, 1-to-1 കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ആസിഡ് സർവൈവേഴ്സിനെ കണ്ടിട്ടില്ലേ? അവർക്കൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ കുറെ നാൾ ഫോളോ ചെയ്തിരുന്ന ഒന്ന്, പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന അവസാനിപ്പിച്ചോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആസിഡ് സർവൈവേഴ്സിന്റെ ഒരു ഫേസ്ബുക്ക് പേജിന് അവർ നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. അവർ ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ഫോളോ ദം. ലൈക്ക് ദേ യൂസ് ടു ഷെയർ എക്സ്പീരിയൻസസ്. ആ ഒരു ട്രോമയിലൂടെ കടന്നുപോയി അവർ എങ്ങനെ അത് ഓവർകം ചെയ്തു, ഹൗ ദേ ആർ ഫേസിങ് ദ സൊസൈറ്റി, സ്റ്റിഗ്മ ഇല്ലേ, ദ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ദാറ്റ് വി നീഡ് ടു ഹാവ്. അല്ലെ, ആ സ്റ്റിഗ്മയിൽ നിന്ന് അവരെങ്ങനെ പുറത്തു കടക്കാനായിട്ട് വിത്ത് എ ഹെൽത്തി മൈൻഡ് ദേ ആർ ഏബിൾ ടു ഡു ഇറ്റ്, ഡിപ്രഷൻ എങ്ങനെ ഓവർകം ചെയ്തു, അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യായിരുന്നു. ഓക്കെ, ഇപ്പോഴൊന്നും കാണുന്നില്ല. ദാറ്റ്സ് വാട്ട് ഐ വാസ് ഓൾസോ തിങ്കിങ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. So it helped to improve treatment literacy and empowered people with TB with the knowledge they need. അല്ലെ, അവർക്ക് ട്രീറ്റ്മെന്റ് ലിറ്ററസി, ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ അബൌട്ട് ദ ട്രീറ്റ്മെന്റും, പിന്നെ അതുപോലെ തന്നെ എംപവർ ചെയ്യുക, TB ഉള്ള ആൾക്കാരെ എംപവർ ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള നോളജ് കൊടുത്തിട്ട് എന്നുള്ളതാണ് ഈ ഒരു റീച്ചിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഗ്രേറ്റർ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആൻഡ് കംഫർട്ട് among people with TB who have supported by the TB champions and significant reduction in self stigmatization. അല്ലെ, സ്വയമായിട്ട് സ്റ്റിഗ്മൈറ്റൈസ് ചെയ്യുക, അതായത് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒക്കെ അവരെ അതിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് ഇത് കുറെ അധികം സഹായിച്ചിട്ടുണ്ട്. ഇന്നും അല്ലെ മിത്തും മിസ്കൺസെപ്ഷൻസും TB അടുത്ത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്രിട്ടിക്കൽ റോൾ ഇൻ ഡിസ്പെല്ലിംഗ് ദീസ്. അല്ലെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കേസസിലാണെങ്കിലും ഇപ്പോഴും മിസ്കൺസെപ്ഷൻസ് ആണ്. അല്ലെ, ജെൻഡർ റോൾസ് ആണെങ്കിലും മിസ്കൺസെപ്ഷൻ ആണ്. അതായത് 2 റോൾസേ ഉള്ളൂ, ഐദർ എ മാൻ ഓർ എ വുമൺ. അല്ലെ, നമ്മളൊരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ കാണുമ്പോൾ സ്റ്റെയർ ചെയ്ത് നോക്കുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ആൾക്കാർ. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ അതുപോലെ തന്നെ ലൈഫ് ചോയ്സസ് ഉള്ള ഒരു കാര്യം, ലൈക്ക് ബീങ് എ ലെസ്ബിയൻ ഓർ എ ഗേ, അതിപ്പം എന്റെ ചോയ്സ്, ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒന്നല്ലല്ലോ. ഇറ്റ് ഇസ് ദ ലൈഫ് ചോയ്സസ്. അല്ലെ, അത് ഓരോരുത്തരുടെ ഹോർമോണൽ ആയിട്ടുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാതെയും ഈ ഒരു മിസ്കൺസെപ്ഷൻസും ആയിട്ടാണ് നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്നത്. അല്ലെ, ഒരു നികൃഷ്ട ജീവികളെ പോലെ പലരെയും കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും.
സമൂഹം മാറേണ്ടിയിരിക്കുന്നു അല്ലെ, നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു. ഈവൻ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ പോലും മനുഷ്യനായിട്ട് കാണുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലേ അമേരിക്കയിലൊക്കെ? നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സ്റ്റിൽ അല്ലെ, ആ പണ്ട് 1865 എബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ് അല്ലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അത് കഴിഞ്ഞ് 1965 മാർട്ടിൻ ലൂതർ കിങ് പിന്നെയും പറഞ്ഞു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. 500 years ago എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര കാലമായി അല്ലെ? സ്റ്റിൽ ഇറ്റ് എക്സിസ്റ്റ്, isn't it? കളർ ഇസ് സംതിങ്. നമ്മൾ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ തന്നെ നമ്മുടെ ഡസ്റ്റി സ്കിൻ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നു. എവറിബഡി വാണ്ട് ടു ബി ഫെയർ അല്ലെ. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആർ ഐഡന്റിറ്റി. ഒരു ഐഡന്റിറ്റി മാറ്റാനാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, TB ചാമ്പ്യൻസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ റോളാണ് ഇൻ ഡിസ്മിസിങ് ദീസ് കൈൻഡ്സ് ഓഫ് മിസ്കൺസെപ്ഷൻ അല്ലെ. അതുപോലെ അവരുടെ TBയുടെ നോളജ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യിക്കുക, സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കിക്കുക, എവിടെയാണ് കെയർ സീക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആരായുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ TB ചാമ്പ്യൻസ് ആണ്. അതായത് TB സർവൈവേഴ്സിനെ ഇതിനൊക്കെ സഹായിക്കാൻ സാധിക്കും. So they reach the last mile through regular community meeting. കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി മീറ്റിംഗ്, അവർ ഈ ഡിസീസിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുക, അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുക, റീഅഷ്യൂർ ചെയ്യുക പീപ്പിൾ ദാറ്റ് TB ഈസ് ട്രീറ്റബിൾ, അതുപോലെ ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണ്. ഇത് ഒക്കെ ഒരു ആന്റി സ്റ്റിഗ്മ സ്ട്രാറ്റജി ആയിട്ട് എത്തിച്ചേരും. Isn't it? Enabling people to come forward and seek diagnostic and treatment. ഇനി ബിൽഡിംഗ് നെറ്റ്വർക്ക്സ് ആൻഡ് ലുക്കിംഗ് അഹെഡ്, അത്രയും കൂടെ ഉള്ളൂ. ലാസ്റ്റ് ഡെക്കേഡിൽ എടുത്തു നോക്കുകയാണെങ്കിൽ TB ചാമ്പ്യൻസ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് ഹാവ് ബിക്കം ടുഗദർ ദ ഫോം ഓഫ് സർവൈവർ ലെഡ് നെറ്റ്വർക്ക്സ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അവര് entities are naturally designed to be powerful bridge between those seeking care and those providing services അല്ലെ. കെയർ സീക്കേഴ്സും പ്രൊവൈഡിങ് സർവീസസും തമ്മിലുള്ള ഒരു പവർഫുൾ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സഹായകരമായിട്ടുണ്ട്. എസ്പെഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും എക്സ്പോസ് ടു ഡേഞ്ചർ ആണ് വൾണറബിൾ എന്ന് പറയുന്നത് അല്ലെ. അത് ചിലപ്പം ഓൾഡ് പീപ്പിൾ ആയിരിക്കാം, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ TB സർവൈവേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. Many of whom continue to experience the physical, social, economic toll of the disease അല്ലെ after being cured. ഇതെല്ലാവരും സ്വയം അനുഭവിച്ചവരാണ്. ഫിസിക്കലായിട്ട്, സോഷ്യലായിട്ട്, എക്കണോമിക് ആയിട്ട് അവർ ഉണ്ടായ അപ്ഹീവൽസ് അല്ലെ, അല്ലെങ്കിൽ ടർബുലൻസസ്, കൺഫ്യൂഷൻസ് ഒക്കെ അവർ പേഴ്സണലി അനുഭവിച്ച ആൾക്കാരാണ്. സോ ലോങ് ടേം ഫ്യൂച്ചർ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ നെറ്റ്വർക്ക് റിമെയിൻസ് അൺസർട്ടൺ. ഇത് എത്ര കാലം ഇത് നിലനിൽക്കും എന്നുള്ളത് അൺസർട്ടൺ ആണ്. പക്ഷേ ദേ ആർ ഡിപെൻഡന്റ് ഓൺ എക്സ്റ്റേണൽ റിസോഴ്സസ് ഫോർ ഫണ്ടിങ്. കാരണം എക്സ്റ്റേണൽ റിസോഴ്സസ് ഈ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ നെക്സ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ആൻഡ് ബിൽഡ് സെൽഫ് സസ്റ്റൈനിങ് സോഷ്യോ ഇക്കണോമിക് മോഡൽ ഫോർ സർവൈവൽ ലെഡ് നെറ്റ്വർക്ക്. ഈ സർവൈവൽ ലെഡ് നെറ്റ്വർക്ക്സിന് ഒരു സോഷ്യോ ഇക്കണോമിക് മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നതാണ് അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് 10 years we were humble to trust the thousands of TB champions from across the country have placed in us. So അവരിൽ ഒരു ട്രസ്റ്റ് അർപ്പിച്ചിട്ടുണ്ട് 1000-ഓളം TB champions. Okay, they have traveled long distances to attend our workshops. ഞങ്ങളുടെ വർക്ക്ഷോപ്സ്, അതായത് റീച്ചിന്റെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അവരുടെ TB ജേർണി ഷെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റോറീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അവരുടെ പെയിനും സക്സസസും ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ലോക്കൽ ലീഡേഴ്സിനെ എംപവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, so they have become empowered local leaders ആയി മാറിയിട്ടുണ്ട്. unafraid to be used the TB champion moniker to refer to themselves അല്ലെ. ഞങ്ങളൊരു TB ചാമ്പ്യൻ ആണ് എന്ന് പറയുന്നതിലുള്ള ഒരു അപകർഷതാ ബോധത്തിൽ നിന്നും പുറത്തു കടന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ they remain staunchly committed to work with their community. Isn't it? Staunchly means strongly. അവരുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ സപ്പോർട്ടിങ് പീപ്പിൾ വിത്ത് TB ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക്, അവരുടെ ഫാമിലീസിന്, അതുപോലെ സ്റ്റിഗ്മയെ കുറിച്ച് സംസാരിക്കാനായിട്ട്, അവരുടെ പഞ്ചായത്ത് ലീഡേഴ്സിനെ കാണാനായിട്ട്. Isn't it? Doing for all these one simple powerful reason. ഒരൊറ്റ റീസൺ കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. So that no one else should suffer like I did. ഞാൻ അനുഭവിച്ച പോലെ മറ്റൊരാൾ ഇത് അനുഭവിക്കരുത് എന്ന ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്ത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ രണ്ടാമത്തെ എന്താ പറയാ എഡിറ്റോറിയൽ. ഈ ഒരു എഡിറ്റോറിയലിന്റെ ടോൺ ഇതായിരുന്നു, എംപത്തറ്റിക് ആയിരുന്നു ആൻഡ് ഇമോഷണൽ അല്ലെ. ആദ്യത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഇമോഷണൽ അല്ലെ.
അപ്പൊ ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ് ഈസ് എംപത്തറ്റിക്കൽ. ഓക്കെ, കുറച്ചുകൂടി ഇമോഷണൽ ആണ്. പേഴ്സണൽ സ്റ്റോറിന്ന് സ്റ്റാർട്ട് ചെയ്തു, വളരെ സ്ട്രെയിറ്റ്. ബിക്കോസ് അവർ ചെയ്യുന്ന ആദ്യത്തെ ആള് പ്യുവർലി മെഡിക്കൽ റിലേറ്റഡ് പ്രൊഫഷൻ ഉള്ള ഒരാളാണ്. രണ്ടാമത്തവര് ഒരു ഓർഗനൈസേഷൻ, ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ആ NGOയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇമോഷണലി കണക്റ്റഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ലോൺലിനെസ്, സ്റ്റിഗ്മ, ഹ്യൂമൻ സഫറിങ് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റമിസ്റ്റിക് ആണ് തീർച്ചയായിട്ടും. ഇൻസ്പിറേഷണലും ആയിരുന്നു. TV സർവൈവേഴ്സിനെ ചാമ്പ്യൻസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലെ, ഹോപ്പ്, റെസിലിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ആക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വക്കസി ഡ്രിവൺ ആണ്. അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണെന്നും സർവൈവർ ഇൻവോൾവ്മെന്റ് ആവശ്യമാണെന്നും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചാലഞ്ചസ് ഏർലിയർ ബിലീവ്സ് ആൻഡ് സപ്പോർട്ട് സോഷ്യൽ ചേഞ്ചസ് അല്ലെ, ഏർലിയർ ബിലീവ്സിനെയും സോഷ്യൽ ചേഞ്ചസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ആൻഡ് അപ്രീഷിയേറ്റീവ് ആണ്. അവര് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കറക്റ്റ്. നമുക്ക് അറിയില്ല അല്ലെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് പാക്ഡ് വിത്ത് എന്നല്ല, ബട്ട് ഇങ്ങനത്തെയും കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ. സോ റിഫ്ലക്റ്റീവ് ആയിരുന്നു. കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന പ്രോഗ്രസിനെ അവർ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ TB ചാമ്പ്യൻസിന്റെ എഫേർട്ടിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. മാർച്ച് തീരാറായി. മാർച്ച് മന്ത് ഡീലാണ്. ബാങ്കിന്റെ 2 ഇയർ ഗോൾഡ് ബാച്ചിനൊപ്പം നേടൂ SSC ക്രാഷ് ബാച്ച് അല്ലെങ്കിൽ RRB ക്രാഷ് ബാച്ച് ഫോർ ഫ്രീ. ഓക്കെ, അതങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സുവർണ അവസരം. ഓക്കെ, സോ എന്തായാലും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിനോടൊപ്പം ഈ ഒരു ഓഫർ നിങ്ങൾ കരസ്ഥമാക്കുക. ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷനിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്താ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദേ. അതല്ല എങ്കിൽ എൻക്വയറി നമ്പർ ഇതാണ് 7736122215. ഈ നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ പറയുക, കുറേയധികം വേർഡ്സ് മീനിങ്സ് ഒക്കെ ഞാൻ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയി പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫർദർ എന്താ പറയുക ഇതിലേക്ക് പോവാത്തത്. കുറച്ച് വേർഡ്സ് ആൻഡ് മീനിങ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളെടുക്ക പറഞ്ഞു പോവാം. അങ്ങനെയാണെങ്കിൽ സമയം ഉണ്ടാവുമോ? ഇഫ് ടൈം പെർമിറ്റ്സ് കുറച്ച് വേർഡ്സ് ആൻഡ് മീനിങ്സ് നമ്മൾ പറഞ്ഞത് തന്നെയാണിത്. ഒരു 20 ആയിട്ട് ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം അല്ലേ. ഒരു 10 minutes സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇഫ് യു അഗ്രി ജസ്റ്റ് ഗിവ് മി എ തംസ് അപ്പ്. 10 minutes ഉണ്ടാവുമോ? I won't take more than okay, fine. Then we'll go ahead. Yes. So 15 ആവുമ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിൽ പോവാം. ഓക്കെ, സോ എൻഡോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ടഡ്, ദാറ്റ് ഇസ് ദ മീനിങ്. റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ വിൽ സേ എന്താ പറയാ, ഒപ്പോസ് ചെയ്യുക എന്നൊക്കെ അതിന്റെ മീനിങ് ഉണ്ട്. ഓക്കെ, അട്രാക്ഷൻ, നിങ്ങൾ ആ സെന്റൻസ് വായിച്ചു പൊക്കോളൂ കേട്ടോ. അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഡിക്ലൈൻ. ഓപ്പോസിറ്റ് വരിക ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ്. കാസ്കേഡ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞു സീരീസ് ഓഫ് ചേഞ്ചസ് ആണ് അല്ലെ, ഒരു സീക്വൻസ് അല്ലെങ്കിൽ ചെയിൻ, അതിനെയാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. മറ്റത് സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഹോൾട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓപ്പർച്യൂണിസ്റ്റിക്, എന്തെങ്കിലും ഒരു ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തുന്ന ആള്, isn't it? അതാണ് സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ടൈംലി എന്ന് നമുക്ക് പറയാം. പ്ലാൻഡ് ഓർ ഡെലിബറേറ്റ് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരിക. ലെസിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഒരു ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യുക, വൂണ്ട് എന്ന് പറയത്തില്ലേ, വൂണ്ട് ഓർ ഇഞ്ചുറീസ്. മറ്റത് ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂ. അതിന് പ്രത്യേകിച്ച് ഒരു ഓപ്പോസിറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് അവേ ഫ്രം വൺ സെന്റർ, ഒരു സെന്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മറ്റത് സെൻട്രലൈസ്ഡ്. ഓക്കെ, സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലെ എക്സാംസിന്റെ ഒക്കെ. അതായത് ഒരു സെന്ററിൽ വന്ന് അധ്യാപകർ വാല്യൂ ചെയ്യുക. മറ്റത് എന്താ? ഡീസെൻട്രലൈസ്ഡ്, അധ്യാപകർക്ക് പേപ്പർ വീട്ടിൽ കൊണ്ടുപോയോ സ്കൂളിൽ വെച്ചോ വാല്യൂ ചെയ്യാം. Distributed and dispersed are its synonyms. Antonyms are centralized and concentrated. Regimen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ routine or schedule എന്നുള്ളൊരു മീനിങ് ആണ്. Treatment plan. Okay. Irregularity or disorder are its opposites. Biomarkers, indicators ആണ്. Indicators of disease. Signs and indicators. Asymptomatic, ഒരു സിംറ്റമോ ഇല്ല. സിംറ്റമാറ്റിക് ആണ് ഓപ്പോസിറ്റ്. Symptomless and silent, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കാലിറ്റി, വയബിലിറ്റി ആൻഡ് പോസിബിലിറ്റി. ഇത് ഫീസിബിൾ ആണോ, നിങ്ങൾക്ക് ഇതൊരു അഫോർഡബിലിറ്റി ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക അല്ലെ. ഫീസിബിൾ, നിങ്ങൾക്ക് ഇന്ന് വരാൻ ഫീസിബിൾ ആണോ, ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഫീസിബിൾ അല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഇമ്പോസിബിലിറ്റി ആൻഡ് ഇംപ്രാക്ടിക്കാലിറ്റി ആണ് അതിന്റെ ഓപ്പോസിറ്റ്. എക്സ്ട്രാ പൾമിനറി മീൻസ് സംതിങ് ഔട്ട്സൈഡ് ദ ലങ്സ്. എക്സ്റ്റേണൽ ഓർ കോണ്ടെക്സ്റ്റുവൽ ആണ്. പൾമിനറി ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്.
മോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത്, ഡിസീസ് ആൻഡ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസിനെയാണ് മോർബിഡിറ്റീസ് എന്ന് പറയുക. ഇൽനെസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്. മറ്റത് ഹെൽത്ത്, വെൽനെസ് ഒക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അഡ്മോണിഷ്ഡ് എന്ന് പറഞ്ഞാൽ കോഷൻഡ്, വളരെ റിബ്യൂക്ക് ചെയ്യുക. ഇത് നമ്മൾ അവിടെ കണ്ട ഒരു വേർഡാണ്. പ്രേസ് ഓർ എൻകറേജ്ഡ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. അല്ലെ, ഒന്ന് കോഷൻഡ് ആക്കാല്ലേ, നമ്മൾ കളിയാക്കി ചോദിക്കുക എന്ന് പറഞ്ഞില്ലേ, ഇത് രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ട്രബിൾസം ആയിട്ടുള്ള, ഫുൾ ഓഫ് ഡിഫിക്കൽട്ടീസ്. അല്ലെ, മറ്റത് ഈസി, സ്മൂത്ത്, കാം എന്നൊക്കെ പറയാം. സ്റ്റിഗ്മ, നാണക്കേട്. അല്ലെ, സോഷ്യൽ ഷെയിം ഓർ ഡിസ്ഗ്രേസ്, അപമാനഭാരം ഞാൻ പറഞ്ഞിരുന്നു. ഡിസ്ഗ്രേസ് ഓർ ഷെയിം, അല്ലെ, ഇത് എന്റെ തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഇത്. ഓണർ ഓർ ഓണർ ഓർ റെസ്പെക്ട് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഓക്കെ. സ്കെപ്റ്റിക്, ഡൗട്ട് ചെയ്യുക. സ്കെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡൗട്ടേഴ്സ് ആണ്. ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഡിസ്ബിലീവേഴ്സ്, എന്തിനേയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ആൾക്കാർ. ബിലീവേഴ്സ് ഓർ സപ്പോർട്ടേഴ്സ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത്. അല്ലെ, ഐ ഹാവ് 100% കൺവിക്ഷൻ ഓൺ യു എന്ന് പറഞ്ഞാൽ ഐ ഹാവ് സ്ട്രോങ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഐ ഹാവ് സ്ട്രോങ് ബിലീഫ്, സർട്ടനിറ്റി. മറ്റത് ഡൗട്ട് ആൻഡ് അൺസർട്ടനിറ്റി ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. റീഅഫേംഡ് എന്ന് പറഞ്ഞാൽ കൺഫേം അഗൈൻ, ഒന്നുകൂടെ കൺഫേം ചെയ്യുക. റീഇൻഫോഴ്സ്ഡ് ആൻഡ് റീസ്റ്റേറ്റഡ്. ഡിനൈഡ് ആൻഡ് വിഡ്രോൺ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഡിസ്പെല്ലിംഗ്, ഡിസ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവിങ്, എന്ത് ഡൗട്ടും മിത്തുകളും ഒക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ഡിസ്പെല്ലിംഗ് ഇവിടെ പറയുന്നത് കേട്ടോ. എലിമിനേറ്റിംഗ് ഓർ ക്ലിയറിംഗ് ആർ ഇറ്റ്സ് സിനണിംസ്. അല്ല, മറ്റത് സ്പ്രെഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്റ്റൗൺഷ്ലി എന്ന് പറഞ്ഞാൽ ഫേംലി, ഉറപ്പിച്ച്, സ്ട്രോങ്ലി എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ഫേംലി, റെസല്യൂട്ട്ലി സിനണിംസ് ആണ്. മറ്റത് ഹെസിറ്റന്റ്, മടിച്ച്, അല്ലെ, വീക്ക്ലി, വീക്കായിട്ട് എന്നുള്ളൊരു ഓപ്പോസിറ്റ്സ് ആണ്. അപ്പൊ കഴിഞ്ഞല്ലോ, നമ്മൾ 15 വരെ എടുത്തില്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ എഡിറ്റോറിയൽ നിന്നുള്ള വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്, സിനണിംസ് ആൻഡ് ആന്റണിംസ്. ഒന്നുകൂടെ ഒന്ന് കണ്ടില്ല, പ്രോപ്പർലി മനസ്സിലായില്ല എങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്, നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. നാളെ എഡിറ്റോറിയൽ 8 o'clock തന്നെ ആയിരിക്കും. അടുത്ത വീക്കിൽ എഡിറ്റോറിയൽ മൺഡേയിലായിരിക്കും കേട്ടോ. ഇൻ കേസ് നാളെ ഞാൻ പറയാൻ വിട്ടുപോയാൽ ഓർക്കുക, ഇറ്റ് വിൽ ബി ഓൺ മൺഡേ അറ്റ് 8 o'clock. ഓക്കെ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക, സോ ദാറ്റ് യു ഷുഡ് നോട്ട് മിസ് ദ എഡിറ്റോറിയൽ. പേഴ്സണൽ റീസൺസ് ഉള്ള കാരണമാണ് ട്യൂസ്ഡേയിലെ എഡിറ്റോറിയൽ മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ട് എനിക്ക്. ദാറ്റ് ഇസ് വൈ ഐ എം കീപ്പിംഗ് ഇറ്റ് ഓൺ മൺഡേ. നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. സോ മൺഡേയിലായിരിക്കും നമ്മുടെ എഡിറ്റോറിയൽ വരിക. സോ മൈ ഡിയർ വൺസ്, അപ്പൊ സാറ്റർഡേയിൽ എഡിറ്റോറിയൽ എടുക്കാൻ പറ്റുള്ളൂ, സൺഡേ എഡിറ്റോറിയൽ ഇല്ല കേട്ടോ. സോ ഐ വിൽ ബി ടേക്കിംഗ് ഇറ്റ് ഓൺ മൺഡേ. ഓക്കെ, നാളെ ഉണ്ടേ, മറക്കണ്ട. So see you tomorrow. Stay healthy all of you. Positive ആയിട്ടിരിക്കുക, focused ആയിട്ടിരിക്കുക, നല്ലോണം പഠിക്കുക. Okay, so see you tomorrow at 8 AM. Thank you so much. Thank you Adarsh, Ravi and all the others who participated today. Okay, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Okay, see you. Bye bye. Take care.